صل وسلم على رسولك سيدنا محمد أفضل من نطق بالصواب. اللهم صل وسلم على رسولك سيدنا محمد فاتح الأبواب عدد خلق رب الأرباب عليه وعلى آله وأصحابه أفضل الصلاة والسلام إلى يوم الثواب. أما بعد وتزودوا فإن خير الزاد التقوى واتقوا الله واتقوا الله واتقوا الله يا أولي الألباب. عليه توكلت وإليه مآب عليه توكلت وإليه مثاب عليه توكلت وإليه متاب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ഈ സദസ് ആരുടെയൊക്കെ പ്രയത്നം കൊണ്ടാണോ ഈ ഒരു വിജയം, അതിന്റെ മർമ്മമെന്ത് എന്നതിനെ കുറിച്ച് പരാജിതരാണ് എന്റെ സഹോദരന്മാരെ. ഇബ്നു അത്താഉസ് സലമി റളിയല്ലാഹു അൻഹു വൈകുന്നേര സമയമാകുമ്പോൾ അങ്ങാടിയിൽ വരികയാണ്. ആ സമയത്ത് എന്റെ പ്രിയ വാങ്ങിയെടുത്തതിന്റെ ശേഷം തിരിച്ചും മറിച്ചും ഒന്ന് നോക്കിയിട്ട് എല്ലാ ദിവസവും താൻ പതിവായി കേൾക്കാറുള്ള പോലെ ഒരുപാട് ആക്ഷേപങ്ങളുടെ കൂരമ്പുകൾ അന്നും കേൾക്കേണ്ടി വന്നപ്പോ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി പിഞ്ചു പൈതലിനെ പോലെ പൊട്ടി പൊട്ടി കരഞ്ഞ് നിലത്തിരുന്ന് പരിഹാസ്യനായി പോയല്ലോ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ പരിശുദ്ധരായ സൂഫി വര്യരായിരുന്ന ഇബ്നു അത്താഉസ് സലമി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് കൂടെ നിൽക്കുന്ന ആളുകൾ ചോദിച്ചു, എന്താണ് മഹാനവറുകളെ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തേ ഇത്രമാത്രം സുന്ദരമായ വസ്ത്രം നെയ്തിട്ട് കൊണ്ടുപോയ മനുഷ്യൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വില തരാത്തത് കൊണ്ടാണോ ഇത്രമാത്രം സങ്കടത്തോടെ പൈതൽ പൊട്ടി പൊട്ടി കരയുന്ന പോലെ മുഖം പൊത്തി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അത്താഉസ് സലമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ ആ സമയത്ത് ചോദ്യം മുതിർത്ത മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് തേങ്ങലടിക്കുന്ന അതരങ്ങൾ സംസാരിച്ചൊരു വസ്തുതയുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് കുറിച്ചു വെക്കുക. ഇതാകട്ടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. ഒന്ന് കുറിച്ചു വെക്കുക പ്രിയപ്പെട്ടവരെ. എന്താണ് ഇബ്നു അത്താഉസ് സലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയത്? എന്റെ പൊന്നുമോനെ, ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ? എനിക്ക് കാശ് കിട്ടാത്തതിന്റെ പേരിലുള്ള പരിഭവമല്ല, ും ന്യൂനതകൾ ഒന്നതിന്റെ പേരിലുള്ള പരിഭവമല്ല. ഇബ്നു അത്താഖ് ആലോചിക്കുന്നത് എന്തെന്നറിയോ? എല്ലാ ദിവസവും ഇതുപോലെ നമസ്കരിക്കുന്നവനാണ് ഞാൻ, ഇതുപോലെ നോമ്പനുഷ്ഠിക്കുന്നവനാണ്, ഇതുപോലെ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനാണ്, ഒരുപാട് ദിക്റുകൾ ഉരുവിടുന്നവനാണ്. പക്ഷേ എന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ ഉത്കടമായ അഭിലാഷം അല്ലാഹു ഇത് മുഴുവൻ നീ സ്വീകരിക്കുമെന്നാണ്. ഒരു കുറവും ഇതിലില്ല, ഒരു ന്യൂനതകളും ഇല്ല. അല്ലാഹുവേ, ഇതിൽ ഒരു കുറവുകളും ഇല്ല. എന്റെ ജീവിതം എന്നെന്നും പരന്ന് വർത്താനങ്ങനെ പറയാന്നല്ലാതെ ഈ പറയുന്ന ഉസ്താദുമാരും ആരായാലും നമ്മുടെ മനസ്സിലൊക്കെ അല്ലാഹ് ഈമാൻ നിറച്ചു തരട്ടെ. ബഹുമാനപ്പെട്ട ഹൻദല റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ നിന്ന് ഹൻദല തങ്ങൾ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരുടെ സന്നിധിയിലേക്ക് ഓടുകയാണ്. ഭയങ്കര വിഷമം. മുക്കം, ഞാൻ ജോലി ചെയ്യുന്ന മുക്കം കളന്തോടിൽ നിന്നാണ്.
ഇന്നലെ അവിടെ നടന്നൊരു സംഭവം. ഒരു പൈതൽ 14 വയസ്സുള്ള ഒരു ചെറിയൊരു പൊന്നുമോൻ ഉമ്മായ ബാക്കിൽ എത്തിയിട്ട് ബൈക്കിൽ അതങ്ങോട്ട് കയറിയിട്ട് സുബ്ഹാനല്ലാഹ് 2 ഭാഗം ഇങ്ങനെ വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഉമ്മയും മോനും ഈ തുടങ്ങിയ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് പടച്ചോനെ എന്റെ ലക്ഷ്യം ഞാൻ കണ്ടുപിടിക്കുമെന്നാണ്. അതിന്റെ മുമ്പേ ഏത് സ്ഥലത്താണ് അല്ലാഹു നമ്മുടെ അജൽ നിശ്ചയിച്ചതെങ്കിൽ ഒരു പൊടി പോലും നമ്മൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഉള്ള സമയത്ത് പടച്ച റബ്ബിനെ പേടിച്ച് അല്ലാഹുവിന്റെ അരികിലേക്ക് മടങ്ങാനുള്ള മനസ്സ് നമ്മൾ നേടിയെടുക്കുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതിനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. മനസ്സിന് മാറ്റം വരുത്തപ്പെടുന്ന സദസ്സായി അല്ലാഹു ഇതിനെ കബൂൽ ചെയ്യട്ടെ. അങ്ങനെ ഇരിക്കും അല്ലാഹു ഇതിന് പ്രതിഫലം തരും തീർച്ചയാണ്. ഇതുപോലത്തെ സദസ്സിന് മഹാത്മ്യമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സദസ്സിൽ ദിക്റിന്റെ സദസ്സിൽ ഒരാൾ പച്ചക്കറി വാങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് രണ്ടാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ദിക്റിന്റെ സദസ്സ് ഇങ്ങനെ നടക്കുന്നു, ഒരു ഇൽമിന്റെ പ്രസരണം നടത്തപ്പെടുന്ന ഒരു സദസ്സ് ഇങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ടാളിങ്ങനെ വന്നു. ഒരാൾ പച്ചക്കറി ഇങ്ങനെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനവുമായിട്ട് ഇങ്ങനെ വന്നിട്ട് നോക്കിയപ്പോൾ പള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു ദിക്ർ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഉസ്താദ് എന്തൊക്കെയോ ഇൽമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പച്ചക്കറി ഒരു മൂലയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കേറിയിരുന്നു. മറ്റേ മനുഷ്യൻ ഇങ്ങനെ വന്ന് മൊബൈലിൽ വാട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. എന്താ നടക്കുന്നത് അറിഞ്ഞതുപോലെ അറിയാത്ത പോലെ ഇങ്ങനെ നോക്കിയിട്ട് അടുത്ത മെസ്സേജ് സെൻഡ് ചെയ്ത് ഒറ്റ പോക്കം കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യം കടന്നു വന്ന സദസ്സിൽ കയറിയ മനുഷ്യൻ മറ്റുള്ള ആളുകളുടെ ബർക്കത്ത് കൊണ്ട് ആ സദസ്സിന്റെ മഹാത്മ്യം കൊണ്ട് അവന്റെ ദോഷങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റേ മനുഷ്യൻ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്തായി എന്ന് ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. നമ്മൾ റഹ്മത്തിലേക്ക് മഗ്ഫിറത്തിലേക്ക് നടന്നു വരാൻ പോവുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, കാര്യഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദി വത്തഖുല്ലാഹ്. ഖുർആനിൽ വളരെ വിരളമായ സ്ഥലങ്ങളിൽ മാത്രമാണ് ഒരേ ആയത്തിന്റെ അകത്ത് 2 പ്രാവശ്യം റബ്ബിനെ പേടിക്കണേ, റബ്ബിനെ ഭയന്നുകൊള്ളണേ, അല്ലാഹയെ സൂക്ഷിച്ചുകൊള്ളണേ, റബ്ബിനെ ഭീതിയോടെ നിങ്ങൾ ജീവിച്ചു കൊള്ളണേ എന്ന് വളരെ പരിമിതമായ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അല്ലാഹുവിന്റെ ഖുർആൻ ഗഗനലോകത്ത് നിന്ന് പുന്നാര പൂമാന ജിബ്രീൽ വഴിയേ അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ നിന്ന് ഇറങ്ങി വന്ന പരിശുദ്ധ ഗ്രന്ഥമേ ഖുർആൻ. ആ ഖുർആൻ നടത്തിയ അധ്യാപനങ്ങളിൽ പ്രധാന ഭാഗമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നാളെയുള്ള ജീവിതത്തെ കുറിച്ച് ഓർക്കുക. അല്ലാഹുവിന്റെ പ്രവാചകരുടെ അനുയായി വൃന്ദങ്ങൾ നബിയോടൊരു സദസ്സിൽ വെച്ച് ചോദിക്കുകയാണ്, നബിയേ, ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും നല്ല ബുദ്ധിമാനാരാണ് നബിയേ? ഏറ്റവും നല്ല ബുദ്ധിമാനാരാണ്? ഏറ്റവും നല്ല ബുദ്ധിമാനാരാണ്? അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, ഇന്നൊക്കെയാണെങ്കിൽ നമ്മൾ പറയും അത്യാവശ്യത്തിന് എല്ലാവിധ ഭൗതിക ഡിഗ്രിയും അതിന്റെ സർട്ടിഫിക്കറ്റുകളും അലമാറയിൽ തുറന്നു നോക്കിയാൽ അട്ടിക്കട്ടി ഇങ്ങനെ കാണണം. ഏതട്ടിയാണോ കനം തൂങ്ങുന്നത് അവനാണ് ഏറ്റവും വലിയ ബ്രില്യന്റ് എന്ന് നമ്മൾ വിലയിരുത്തും. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകർ ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അക്സറുഹും ലിൽ മൗത്ത് ഇസ്തിഅദാദ. ഏറ്റവും കൂടുതൽ നാളെയുടെ ജീവിതത്തിന്റെ പ്രയാണത്തിന് വേണ്ടി സജ്ജീകരണങ്ങൾ ഒരുക്കി വെച്ച മനുഷ്യൻ അവനാണ് നിങ്ങളിൽ ജീവിക്കുന്ന ബുദ്ധിശാലി എന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ കണ്ട് ഒരുങ്ങാൻ കഴിയൂല. എപ്പോഴും നമ്മൾ കേൾക്കാണ് എപ്പോഴാ ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറയാൻ കഴിയൂല. ഇന്നലെ മിനിഞ്ഞാന്ന് നിങ്ങൾ കണ്ടോ എന്നറിയില്ല, എന്റെ സഹോദരന്മാരെ, പാലക്കാട് ജില്ലക്കാരനായ KVM കുട്ടി മൗലവി എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രങ്ങളെ തനിമയോടെ കേൾക്കുന്ന ആളുകളുടെ ശ്രവണപുടങ്ങളിലേക്ക് സൗന്ദര്യ ശബ്ദത്തോടെ എത്തിച്ചു കൊടുത്തിരുന്ന നല്ലൊരു കാഥികൻ. നല്ല സുന്ദരമാണ് കേൾക്കാൻ. എന്താന്നാ കഥാപ്രസംഗം കേട്ടാൽ ഇങ്ങനെ തുടിക്കും.
നമ്മുടെ രോമങ്ങളൊക്കെ എടുത്ത് പിടിക്കും. അങ്ങനത്തെ കാഥികനാണ് ആ മനുഷ്യൻ. ഒന്ന് ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. സദസ്സിൽ പ്രസംഗപീഠത്തിൽ ഇരുന്നിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ സമയം 11 മണിയാണ്. 11 മണി സമയം. ഖബറിന്റെ ഭയാനതകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ തന്റെ മുമ്പിലിരിക്കുന്ന ശ്രദ്ധാക്കളുടെ ഹൃത്തടത്തിലേക്ക് വെച്ചുകൊടുത്ത ആശയം എന്തെന്നറിയോ? മക്കളെ, മരണം ഒരു പ്രധാന വസ്തുതയാണ്. ഒരു മനുഷ്യനെയും അത് പിടിക്കാതെ പോയിട്ടില്ല. ഒരു മനുഷ്യനെയും അത് സൽക്കരിക്കാതെ പോയിട്ടില്ല. ആ വിരുന്നുകാരൻ വരുമെന്ന് തീർച്ചയാണ്. എന്നിട്ട് ആ മഹാനായ മൗലവി ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അയലത്ത് നമ്മുടെ കൂടെ വസിച്ചിരുന്ന മനുഷ്യൻ പോലും മരണത്തിന് കീഴടങ്ങിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ കട്ടിലിൽ കിടത്തിയിട്ട് ആ മനുഷ്യന്റെ മുകളിൽ ഇഷ്ടം പോലെ ആ മനുഷ്യന്റെ മുകളിൽ നല്ല വിശാലതയുള്ള ഒരു തുണി പുതച്ചിട്ടിട്ട് കാണാൻ വരുന്ന ആളുകൾക്ക് തലഭാഗം പൊക്കി കൊടുക്കുമ്പോ ആ മനുഷ്യനെ കണ്ടിട്ട് മനുഷ്യൻ മാറി നിൽക്കുകയാണ്. അവൻ ചിന്തിക്കുന്നില്ല, അല്ലാഹുവേ, ഒരുപക്ഷേ നാളെയും ഞാൻ ഇതുപോലെ കിടത്തപ്പെടുന്നതാണ്. എന്റെ ദേഹത്തും ഇതുപോലെ തൂവെള്ള പുതപ്പ് വിരിക്കപ്പെടുന്നതാണ്. ഈ മനുഷ്യൻ മരണപ്പെട്ടോ എന്നറിയാൻ വെമ്പലോടെ കാണാൻ കടന്നു വരുന്ന എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരുടെ കാഴ്ചക്ക് വേണ്ടി തന്റെ മുഖത്ത് മറക്കപ്പെട്ടിട്ടുള്ള പുതപ്പങ്ങ് മാറ്റിക്കൊടുക്കുന്നതാ മനുഷ്യ. ചിന്തിക്കുന്നില്ലല്ലോ. പ്രസംഗം തുടരുകയാണ്, അത് കടിയുകയാണ്. എന്നിട്ട് ഈ മനുഷ്യനെ കുളിപ്പിക്കാൻ എടുത്തു വെക്കുകയാണ്. കുളിപ്പിക്കാൻ എടുത്തു വെക്കുന്ന മനുഷ്യനെ എല്ലാ കർമ്മങ്ങളും സജ്ജീകരിച്ചു വെക്കുമ്പോ ആ മനുഷ്യൻ നോക്കി നിൽക്കുകയല്ലാതെ ചിന്തിക്കുന്നില്ലല്ലോ, അല്ലാഹുവേ, ഇതുപോലെ എന്റെ ശരീരവും കുളിപ്പിക്കാൻ എടുത്തു വെക്കുന്നതാണ്. അത് കടിഞ്ഞു, കുളിപ്പിക്കൽ കടിഞ്ഞു. വിപുലമായൊരു ശുദ്ധീകരണം, ഒരു സ്നാനം കടിയുകയാണ്. അത് കടിഞ്ഞിട്ട് മനുഷ്യനെ 3 തുണി കഫൻ പുടയിൽ പൊതിഞ്ഞു വെക്കുകയാ. പൊന്നെടുത്ത് പൊതിഞ്ഞു വെക്കുന്ന പോലെ 3 തുണി കഫൻ പുട അങ്ങോട്ടും ഇങ്ങോട്ടും പൊതിഞ്ഞു വെച്ച് ഭദ്രമാക്കി വെക്കുകയാണ്. ഇനി ഒരുപാട് പുഴുക്കളുടെ ഭക്ഷണമാണ്, ഒരുപാട് പാമ്പുകളുടെ ഭക്ഷണമാണ് എന്ന് പറഞ്ഞ പൊന്ന് പോലെ കെട്ടിവെക്കുന്ന ശരീരമുണ്ടല്ലോ, അത് നോക്കി നിൽക്കുകയല്ലാതെ മനുഷ്യൻ ചിന്തിക്കുന്നില്ല, അല്ലാഹുവേ, നാളെ എന്റെ ശരീരത്തെയും ഇതുപോലെ പൊതിഞ്ഞു വെക്കുമല്ലോ. അല്ലോ, 11 മണി സമയത്ത് ഉസ്താദിന്റെ പ്രസംഗം ഇങ്ങനെ നടക്കുകയാണ്. കടിഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ടവരെ, അത് കടിഞ്ഞിട്ട് മഹാനവറുകൾ പറയുകയാണ്. എന്നിട്ടോ അത് കടിഞ്ഞിട്ട് 6 കാലുള്ള കട്ടിലിൽ ചുമന്നിട്ട് എത്രയോ ആളുകളുടെ ചുമലിൽ വഹിച്ചു കൊണ്ടുപോവുകയാ. ഇനി മടക്കമില്ലാത്ത യാത്ര അവിടെ അവസാനിക്കുകയാ. പള്ളിയുടെ ഏറ്റവും മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ഉസ്താദ് ഈ മനുഷ്യന്റെ ഒരുപാട് വിശേഷണങ്ങൾ എടുത്ത് സംസാരിക്കുന്നു. അവന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ആ സമയത്ത് പോലും നമസ്കരിക്കാൻ വരുന്നവർ ചിന്തിക്കുന്നില്ലല്ലോ, അല്ലാഹുവേ, എന്റെ ശരീരത്തെയും ഇതുപോലെ പൊതിഞ്ഞു കൊണ്ടുവന്ന് വെക്കുമല്ലോ. 100 കണക്കിന് ആളുകൾ സഫ് സഫായി അണിനിരന്നിട്ടുള്ള ജനാസ നമസ്കാരത്തിന് വേണ്ടി എന്റെ ശരീരത്തെയും ഇതുപോലെ പൊതിഞ്ഞു കൊണ്ടുവന്ന് അല്ലാഹുവേ പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കൊണ്ടുവന്ന് വെക്കുമല്ലോ. മോനെ, ചിന്ത വരുന്നില്ലല്ലോ, ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ, ഈ വാക്ക് പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, അതാ പ്രത്യക്ഷപ്പെടുകയാണ്. ആരെന്നറിയോ? മലക്കുൽ മൗത്ത് അസ്റായീൽ. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മോനെ, ഒരു ദിവസം 60 പ്രാവശ്യം നോക്കിക്കൊണ്ടിരിക്കുന്ന മലക്കാണ്.
ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 10 പ്രാവശ്യവുമല്ല, 60 പ്രാവശ്യം ഒരു മനുഷ്യന്റെ മുഖത്ത് മലക്കുൽ മൗത്ത് പ്രത്യക്ഷപ്പെട്ട് നോക്കിയിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ മതം. അപ്പൊ ആ സമയത്ത് മലക്ക് പറയൂത്രേ, എന്തായിരിക്കും ഈ ചെങ്ങായിക്ക് പറ്റിയത്? 60 വട്ടം നമ്മൾ നോക്കുന്നുണ്ട് എന്ന് ബോധമൊന്നുമില്ലേ? ഓനതാ ചിരിച്ച് കളിച്ചങ്ങനെ നടക്കണു എന്ന് മലക്ക് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് സങ്കടപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവൻക്ക് എന്താ ഒരു കൂട്ടമില്ലല്ലോ, ഒരു വർത്താനമില്ലല്ലോ, ഓനത് അങ്ങനെ അടിച്ച് പൊളിച്ചിട്ട് ലാവിഷായിട്ട് ഇങ്ങനെ നടക്കുന്നു. നമ്മൾ ഒരു ദിവസം 60 പ്രാവശ്യം അവന്റെ മുഖത്ത് നോക്കുന്നത് എന്തേ ഇവന് ചിന്തിക്കാൻ കഴിയുന്നില്ലേ? ഈ മലക്കുൽ മൗത്ത് തേടി വരികയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പീഠത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഉഷാറായിട്ട് തന്റെ മുമ്പിലിരിക്കുന്ന ആളുകളെ ഉപദേശിക്കുകയാണ്. ആ ഇടയിലാണ് ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീടുന്നത്. പൂർത്തിയാക്കാൻ പോലും കഴിഞ്ഞില്ല തുടങ്ങി വെച്ച സംസാരം. പിന്തിപ്പിക്കൂലായതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. പഠിച്ചോനെ, ഒരു കോടിന്റെ ബിസിനസ് ഇതാ നടക്കാൻ പോവാൻ, ചെക്ക് കൈമാറാൻ നിൽക്കുന്നതിന്റെ ഏതാനും അണുനിമിഷം ചെക്ക് കയ്യിലുണ്ട്, കൊടുത്തിട്ടില്ല, ഡൗണാകേണ്ടി വരും. ഏത് മനുഷ്യനും വിധിക്കപ്പെട്ട അജൽ ഒരു നിമിഷം പോലും ചിന്തിപ്പിക്കാൻ അല്ലാഹു ഒരുക്കമില്ല. കാരണം തിരക്കുള്ള മനുഷ്യനാണ്, തങ്ങന്മാരെ പോലെ തിരക്കുള്ള മനുഷ്യനാണ്. ഇവിടെ ഒരാളെ പിടിച്ചിട്ട് വേണം അപ്പുറത്ത് മലപ്പുറത്ത് പോയിട്ട് മറ്റേ സുലൈമാനത്തോണ്ട്, അത് കഴിഞ്ഞ പാട് വേണം പത്തനംതിട്ടയിൽ പോകാൻ, പിന്നെ ഇടുക്കി പോകണം. ആൾക്ക് തിരക്കുള്ള മനുഷ്യനാണ്, ഒരുപാട് ഡ്യൂട്ടി പഠിച്ചോ അങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പൊ ആണ്ടു നിമിഷം ചിന്തിപ്പിക്കാന്നുള്ള പരിപാടി ഇസ്രായേലിന്റെ അരികിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഇത് പരിശുദ്ധ ഖുർആൻ നടത്തിയ അധ്യാപനമാണ്. അതുകൊണ്ട് ഒരുങ്ങണം എന്റെ പ്രിയപ്പെട്ടവരെ. എന്തിനെ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എന്റെ മുമ്പിലിരിക്കുന്ന കൂട്ടുകാരാ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ. എങ്ങനെയെന്നറിയോ? ഒരായത്തിന്റെ രണ്ട് അറ്റത്താണ് അല്ലാഹു പറയുന്നത്, ഇത്തഖുല്ലാഹ്, അല്ലാഹയെ പേടിക്കണേ. എങ്ങനെയാണ് ഭയപ്പെടേണ്ടതെന്നറിയോ? എന്തുകൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ പേടിക്കണം എന്ന് പറയുന്നതെന്നറിയോ? നമ്മൾ തോന്നിയ പോലെ നടക്കുകയല്ലേ? നമ്മുടെ മനസ്സിന്റെ ഏക അഭിലാഷം എന്താണ്? അല്ലാഹുവേ, സ്വർഗം കണി കാണണമെന്നാണ്. ലോകത്തിന്റെ പൂമാ മക്കൾക്ക് അല്ലാഹു നൽകിയ മാണിക്യമേ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم يا ربي صل. നമ്മുടെ മനസ്സിന്റെ അഭിലാഷം അല്ലാഹുവേ എങ്ങനെയെങ്കിലും സ്വർഗത്തിന്റെ അകത്തെത്തണമെന്നാണ്. അതിന് പ്രവർത്തനങ്ങളുടെ ഫലം വേണമെന്നില്ല. ഞാൻ എന്ത് ചെയ്താലും വേണ്ടില്ല, ഞാൻ എന്ത് പ്രവർത്തനങ്ങൾ നടത്തിയാലും വേണ്ടില്ല, എത്ര തമ്മാടിയായി വിരാജിച്ചാലും വേണ്ടില്ല. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ, ജന്നത്ത് ഭി ജഹന്നം ഭി, യാ ഖാക്കി अपनी फितरत में न नूरी है न नारी है. ഏത് മനുഷ്യനും ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് സന്തോഷത്തോടെ പരന്നു കിടക്കുന്ന പ്രപഞ്ചത്തിന്റെ ഉപരിതലത്തിലേക്ക് കാൽപാദങ്ങളെ വെച്ച് അല്ലാഹുവേ ഞാനൊന്ന് സന്തോഷത്തോടെ നടക്കട്ടെ എന്ന് കരുതിയിട്ട് പുറത്തു വരുന്നത് ആരും ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നത് സ്വർഗസ്ഥനായല്ല, നരകാവകാശിയായല്ല. അവന്റെ കർമ്മമണ്ഡലങ്ങളാണ് നരകാവകാശിയാക്കി തീർക്കുന്നത്. അവന്റെ പ്രവർത്തനങ്ങളാണ് സ്വർഗത്തിലേക്ക് അവനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗത്തിലെത്തണമെന്നാണ്. നമ്മൾക്ക് അമലുകളുണ്ടോ, നമ്മൾക്ക് പ്രവർത്തനങ്ങളുടെ ഫലമുണ്ടോ, അത് വേറെ വിഷയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആഗ്രഹം സ്വർഗമാണോ? എന്നാൽ
സ്വർഗം പിടിച്ചൊരു വാശിയുണ്ട് ചെറുപ്പക്കാരാ. സ്വർഗം പിടിച്ചൊരു വാശിയുണ്ട്. എന്താണ് ആ വാശി? അല്ലാഹുവിന്റെ പ്രവാചകർ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വർഗത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞു, സ്വർഗം ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അവസാനായിട്ട് സ്വർഗത്തിന്റെ ഉദ്ഘാടകൻ, ഏറ്റവും നല്ല തങ്ങൾ, പാണക്കാട് തങ്ങന്മാരുടെ തങ്ങൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറെ കാലങ്ങൾക്ക് മുമ്പേ ആ ഡേറ്റിന് വേണ്ടി അല്ലാഹ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ആ പേജിൽ ആ ബുക്കിംഗ് മാറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താക്കോലും കൊടുത്തിട്ടുണ്ട്. അന്ന് വരും ഉദ്ഘാടകനായി പൂർണ്ണ പ്രകാശത്തോടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കൂടെ ഈ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള തൗഫീഖ് അല്ലാഹ് തരട്ടെ. അതിങ്ങനെ ആഗ്രഹമാണ്, നമ്മളെ അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതിനുള്ള ബുദ്ധിയും തന്റേടവും വിവേകവും അല്ലാഹ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉദ്ഘാടനം മാത്രം ബാക്കി നിൽക്കുകയാണ്. എല്ലാ പണിയും കഴിഞ്ഞു, സ്വർഗത്തിന്റെ പണി മുഴുവൻ പൂർത്തിയായി. അപ്പൊ ഉണ്ടാകും എന്തെന്നറിയോ? അവസാനായിട്ട് ചില ആളുകൾ, ഉദാഹരണം ഏതെങ്കിലും നാട്ടിൽ കൊല്ലലോ അല്ലെങ്കിൽ കൊലയോ അല്ലെങ്കിൽ ഏതെങ്കിലും കത്തിയെടുത്ത ഒരാളെ തോണ്ട് അല്ലെങ്കിൽ കടുത്തിന്റെ ഉള്ളിലേക്കൊന്ന് കുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടേ ഉള്ളൂ കത്തിയെടുത്തിട്ട്, ഇങ്ങനെ എന്തെങ്കിലും പരാക്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്താൽ പോലീസുകാർ വരും, കോളർ പിടിച്ചു കൊണ്ടുപോകും. ഈ കൊണ്ടുപോയിട്ട് അവസാനമായി വിധി വരും, ഈ മനുഷ്യനെ തൂക്കുക, അതല്ലാതെ വേറെ നിവൃത്തിയില്ല. ആ സമയത്ത് ഈ മനുഷ്യനെ തൂക്കയറിന്റെ മുമ്പിൽ നിർത്തിയിട്ട് അവനോട് ചോദിക്കും, അവസാനായിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, പൂതിയുണ്ടോ? ഇനിയൊരു 100 കൊല്ലം ജീവിക്കുക എന്ന പൂതിയല്ലാത്ത അധികം എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ സഫലീകരിക്കപ്പെടും. അവിടെ ചോദിക്കുന്ന എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തോട് തമ്പുരാൻ ചോദിക്കാണ്, അവസാന ഒരു ചാൻസ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി കാമ മിണ്ടാൻ പറ്റൂല, ഇനി തുറന്നു കൊടുക്കാൻ പോവാണ്, നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ശരിക്ക് ശ്രദ്ധിച്ചോ, ശരിക്ക് ശ്രദ്ധിച്ചോ. ആ സമയത്ത് സ്വർഗം കുറച്ചിങ്ങനെ ആലോചിക്കാണ്, ഇപ്പൊ എന്താ പറയേണ്ടത്, ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റില്ല എന്നാണല്ലോ പടച്ചോന്റെ ഓർഡർ. ഇതെല്ലാം സംക്ഷിപ്തമായ ഒരു പറച്ചിലാവണമല്ലോ. ആ സമയത്താണ് റബ്ബിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ സ്വർഗം വാ തുറന്നത്. എന്നിട്ട് പറയുന്നു, റബ്ബേ മർഹബൻ ബിൽ മുത്തഖീൻ, മർഹബൻ ബിൽ മുത്തഖീൻ, മർഹബൻ ബിൽ മുത്തഖീൻ. അല്ലാഹുവേ, നിന്നെ പേടിച്ച് ദുനിയാവിൽ കരഞ്ഞുകൊണ്ട് ജീവിച്ചവരാരാ? അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിരീ. പരീക്ഷണങ്ങളുടെ ഉറവിടമാണ് പ്രപഞ്ചമെന്ന് ദുനിയാവെന്ന് പഠിപ്പിക്കപ്പെട്ട എന്ന നിർദ്ദേശം ശ്രദ്ധിക്കപ്പെട്ട പരിശുദ്ധ ദുനിയാവുണ്ടല്ലോ. ആ ദുനിയവിയായ ജീവിതത്തിന്റെ ഇടയിൽ ഒരുപാട് തീഷ്ണതകള്, ഒരുപാട് പരീക്ഷണങ്ങള്, ഒരുപാട് വേവലാതികള്, ഒരുപാട് ബുദ്ധിമുട്ടുകള്, ഒരുപാട് പ്രയാസങ്ങള്, ക്ഷമിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങള്. റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് പൊരുത്തം കാംക്ഷിച്ചാരാണോ ക്ഷമയോടെ സഹിച്ചു നിന്നവരാരാ? എത്ര തണുപ്പ് പിടിച്ച ശരീരമാണെങ്കിലും വേണ്ടില്ല, അല്ലാഹുവേ ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിന്റെ പാതയിലേക്ക് നിങ്ങൾ കടന്നു വരിക. അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഏറ്റവും നല്ല നിദ്രയേക്കാൾ ഭൂഷണമായ ഉത്തമമായ പ്രവർത്തനം എന്താ? റബ്ബിന്റെ മുമ്പിലുള്ള സാഷ്ടാംഗമാ, റബ്ബിന്റെ മുമ്പിലുള്ള നമസ്കാരമാ.
എന്ന് വിളിച്ചോതുന്ന പരിശുദ്ധമായ അധ്യാപനങ്ങൾക്ക് ചെവി കൊടുത്തിട്ട് അർദ്ധരാത്രിയിലെ ഉറക്കമൊടിച്ചിട്ട് സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി ജമാഅത്തിന് വേണ്ടി നടന്നെടുത്ത മുത്തഖീങ്ങളായ മനുഷ്യന്മാരാരോ, അല്ലാഹയെ പേടിച്ച് ജീവിച്ചവരാരോ, അർദ്ധരാത്രി 12 മണിവരെ 1 മണിവരെ കഥകടച്ച ഇരുട്ടറയുടെ റൂമിന്റെ ഉള്ളിൽ കിടന്ന് വാട്സപ്പും ഫേസ്ബുക്കും നോക്കിയിട്ട് അല്ലാഹുവേ നീ നിഷിദ്ധമാക്കിയ പെൺകൊടികളുടെ പേരില് കാമവികാര വിചാരപ്പെടലുകളുടെ മെസ്സേജ് സെൻഡ് ചെയ്ത് അല്ലാഹുവേ ഇത്രയും കാലം കൊണ്ട് നേടിയെടുത്തിട്ടുള്ള ഈമാനിന്റെ ആവേശത്തിന്റെ തനതായ തനിമക്ക് കഠാര ആര് വെക്കുന്നുവോ അവരല്ല പ്രവർത്തനത്തെ റബ്ബിന്റെ മുമ്പിലുള്ള നാളെ വിജയത്തിന് വേണ്ടി മാറ്റിവെച്ചവരാരോ, തഖ്വയോടെ പടച്ച റബ്ബിനെ ഭയന്ന് ജീവിച്ചവരാരോ, അല്ലാഹുവോട് സ്വർഗ്ഗം ഇങ്ങനെ പറയാണ്, റബ്ബേ മർഹബൻ ബിൽ മുത്തഖീൻ. നിന്നെ പേടിച്ച് ജീവിച്ചു പോയാ, നിന്നെ പേടിച്ച് നമസ്കരിച്ചു പോയാ, നിന്നെ പേടിച്ച് വ്രതമനുഷ്ഠിച്ചു പോയാ സജ്ജനങ്ങളായ ആളുകളുടെ പാദങ്ങൾ മാത്രമല്ലോ എന്റെ ദേഹത്തേക്ക് നീ കടത്തിവിടാൻ പാടുള്ളൂ റബ്ബേ. നിന്റെ മുമ്പിൽ ധിക്കാരത്തിന്റെ മനോഭാവ പ്രകടനം നടത്തിയ, നിന്നെ വെല്ലുവിളിച്ച് ദുനിയാവിൽ ജീവിച്ചു പോയ ആളുകളുടെ ഒരു പൊടി പോലും എന്റെ ദേഹത്തേക്ക് നീ കടത്തിവിടരുതേ അല്ലോ. ശഅബാൻ മാസം നൽകുന്ന ഏറ്റവും നല്ല അധ്യാപനം ഇതല്ലേ ചെറുപ്പക്കാരാ? നമ്മൾ നിൽക്കുന്നത് ശഅബാനിലാണ്, റമദാൻ വരാൻ പോവുകയാണ്. പറ്റ ലജ്ജ എന്ന് പറയുന്ന സ്വഭാവം എടുത്തു കളയപ്പെട്ടു എന്റെ സഹോദരന്മാരെ. അതുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് നോക്കാൻ കഴിയാത്തത്. പഠിച്ചോനെ, റമദാൻ എന്ന് കേൾക്കുമ്പോഴേക്ക് മനസ്സിൽ വെപ്രാളം വരുന്നത്. ഇപ്പൊ നമ്മളെ ചെറുപ്പക്കാരെയൊക്കെ പറയാണ്ട് എന്താണെന്നറിയോ, ഇപ്പൊ സ്കൂളൊക്കെ വിടുന്ന നേരത്തെ ഒരു നാശ്ത ഒരു മാസത്തേക്ക് ഇനി പറ്റില്ലല്ലോ, പേടിയാണ്, വേദനയാണ്. അല്ലെങ്കിൽ സ്കൂൾ വിടുന്നത് വരെ വീട്ടിൽ അനുവദിക്കപ്പെട്ട സമയമാണ്. ഒരു 6 മണി സമയമായാൽ മക്കളോട് ഉമ്മാരുപ്പാരും ചോദിക്കും, അല്ല മോളെ ഇത്രയും നേരം ഇവിടെയായിരുന്നു? അത് ചോദിക്കുന്നു. പറയുന്നു സ്കൂളിന്റെ കറക്റ്റ് സമയം മാറ്റി ചട്ടപ്പടച്ചിട്ടെന്ന് പറഞ്ഞ് എല്ലാ പരിപാടി നോക്കിയിട്ട് കിട്ടുന്ന റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ ഇവിടൊക്കെ പോയിട്ട് സജീവ സാന്നിധ്യം അറിയിക്കാൻ. ഇനി അത് റമദാനിൽ പറ്റൂലല്ലോ. സങ്കടമാണ് മക്കൾക്ക്. എന്തേ ഇങ്ങനെ വരാൻ കാരണം? സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനത്തെ മനസ്സിൽ നിന്ന് പറിച്ചു നടുകയാണ് നമ്മൾ. അല്ലാഹു നല്ല ബോധം തരട്ടെ. ഇതൊക്കെ നമ്മുടെ മനസ്സിന് കേടുപാടും തുരുമ്പും നുരുമ്പും വന്നു പോയി എന്നതുകൊണ്ടാ എന്റെ സഹോദരന്മാരെ ഗൗരവത്തോടെ ചിന്തിക്കുക. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു നമ്മളോട് നടത്തിയ വലിയൊരു അധ്യാപനമാണ്. ഏത് കൂരാക്കൂരിട്ടായാലും ഏത് സ്ഥലമായാലും ചിലപ്പോ ചില മക്കളൊക്കെ ഉമ്മാരിപ്പാരെയും പറ്റിക്കൽ എങ്ങനെയാണ്? ഉമ്മാക്കുപ്പാക്കും അറിയുന്ന ഭാഷ നോക്കും, ആ ഭാഷ അല്ലാത്ത ഭാഷയിൽ പ്രാവീണ്യം നേടും. ഉമ്മാന്റെ ഉമ്മിനൊക്കെ ഉഷാറായിട്ട് അങ്ങോട്ട് സംസാരിക്കും. ഉമ്മാക്കെന്ത് ഇംഗ്ലീഷ്, ഉമ്മാക്കെന്ത് ഉറുദു, വാപ്പാക്കെന്ത് ഇംഗ്ലീഷ്. എന്നിട്ട് മക്കൾ ഇങ്ങനെ അടിച്ചുപൊളി ജീവിക്കുക. അറബിയുടെ കയ്യിൽ നിന്ന് അറബി മാത്രം അറിയുന്ന അറബിയോട്, അറബി എന്ന് പറയുന്ന ഭാഷ മാത്രം കൈവശമുള്ള അറബിയോട് ഞാൻ എല്ലാ ദിവസവും എന്തോ ഒരു ഡ്യൂട്ടിയുടെ വിഷയമൊക്കെ പറയുന്നതിന്റെ ഇടയിൽ ഹലാലാക്കാൻ വേണ്ടി ഒരു വർത്താനം പറഞ്ഞിടും. ഞാൻ എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് എന്റെ പെട്ടിന്ന് ഒരു 500 എടുക്കൂട്ടോ. അപ്പൊ മറ്റേ ജോലിയൊക്കെ ചെയ്യുന്ന ഈ കാര്യം അറബി വിചാരിച്ചായിക്കോട്ടെ എന്നും പറയും. അതങ്ങനെ വിചാരിച്ചെടുത്തുകൊണ്ട് പോകുന്ന പോലെ ഉമ്മമാരുടെ മുന്നിൽ സംസാരിക്കാൻ പ്രത്യേക കൊളോക്കിയൽ ഭാഷയും പ്രത്യേക ലാംഗ്വേജ് ഒക്കെ സ്വയത്തമാക്കിയവരാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ മക്കൾ. ഇനി എങ്ങനെയൊക്കെ കാണാൻ പോവുകയാണ്? അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബോധം തരട്ടെ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. മോനെ, അല്ലാഹു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. റബ്ബിന്റെ മുമ്പിൽ, അവന്റെ നിരീക്ഷണങ്ങളുടെ മുമ്പിൽ മോനെ നീയും അകപ്പെട്ടു കടിഞ്ഞവനാണ്. ആ ഒരു ബോധം നമ്മൾക്ക് വേണം എന്റെ പ്രിയപ്പെട്ടവരെ. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ മൂല്യന്മാരുടെ അവസ്ഥ എന്താ? നല്ല ചരക്കുകളാ പറയുന്ന ആളുകൾ. നമ്മളെയും ഒന്ന് ചിന്തിക്കുകയാണ്, ഞാൻ അടക്കമുള്ള ആളുകളോട്.
നമ്മളൊന്ന് ആലോചിക്കണം. ഒരു സഹോദരൻ ഒരു സിയാറത്ത് പോയ കഥ പറയാം. ഈ അടുത്ത് നടന്ന സംഭവമാണ്. ഒരു സ്ഥലത്ത് സിയാറത്തിന് പോയി, നടന്ന് കുഴങ്ങി. ഈ പലസ്തീൻ യാത്ര, അതുപോലെയുള്ള ബൈത്തുൽ മുഖദ്ദസ് യാത്ര, ഇങ്ങനെയുള്ള ദീർഘദൂര യാത്രകൾ ഉണ്ടാകും, ലോകസഞ്ചാരം. ഇതിനൊക്കെ പോകുന്ന ആളുകൾക്കറിയാം, ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ വണ്ടി നിർത്തിയിട്ട് 2 കിലോമീറ്റർ ഒക്കെ നടക്കേണ്ടി വരും. ആ നടക്കൽ ചിലപ്പോൾ ഉച്ച സമയത്തായി എത്തിയതെങ്കിൽ കുടുങ്ങി. വൈകുന്നേര സമയമാകുമ്പോഴേക്ക് കെണുപ്പുകളും പൊട്ടുകളൊക്കെ ഉണ്ട്, വേദനിക്കുകയും ഇറുകുകയൊക്കെ ചെയ്യും. വൈകുന്നേരം പിന്നെ ഒരു അടി അനങ്ങാൻ പറ്റൂല. ഇങ്ങനെ ഈ സംഘം ഒരുപാട് യാത്ര നടത്തി പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങിയിട്ട് വൈകുന്നേര സമയം നല്ലൊരു പള്ളിയിൽ കയറുകയാണ്. ആ പള്ളിയിൽ കയറിയിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ മഗ്രിബ് നമസ്കരിച്ച് പുറത്തിറങ്ങുമെന്ന് ആ ഗ്രൂപ്പിന്റെ അമീർ അവരോട് നിർദ്ദേശം കൊടുക്കുകയാണ്. ഏതായാലും വേണ്ടില്ല, മഗ്രിബ് നമസ്കാരം തുടങ്ങി. സുന്ദരമായ ഖുർആൻ പാരായണം. അൽഹംദുലില്ലാഹ്. വന്ന ആളുകളുടെ മനസ്സിന്റെ വ്യഥകളും സങ്കടങ്ങളും ഒക്കെ അലിഞ്ഞു പോവുകയാണ്. അത്രമാത്രം സൗന്ദര്യമായ ഖുർആൻ പാരായണം. അല്ലാഹു അക്ബർ. എന്ത് നല്ല സ്വരമാധുര്യം അവരാസ്വദിക്കാൻ. അപ്പൊ അമീർ പറഞ്ഞത്രേ, നമുക്ക് ഇശാ കൂടെ നിസ്കരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് പോകാം. അത്രമാത്രം സൗന്ദര്യമായ ഖുർആൻ പാരായണമാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ എല്ലാവരും നടന്നു കുഴങ്ങിയാണ്. എല്ലാ ആളുകളും പറഞ്ഞു ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് എന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് പോകാം. അതിന്റെ ഇടയിൽ നമ്മുടെ അമീർമാർ ചെന്നിട്ട് ഉസ്താദിനെ പരിചയപ്പെടാൻ പോകാം. അങ്ങനെ ഉണ്ടാവല്ലോ, ചില നാട്ടിലൊക്കെ നല്ല ഉസ്താദുമാരെയോ നല്ല ഓത്തുകാരെയൊക്കെ കണ്ടാൽ ആ വന്ന കൂട്ടത്തിൽ ഏതെങ്കിലും കമ്മിറ്റിയുടെ പ്രസിഡന്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ അന്വേഷിക്കും, ആ മൂല്യരപ്പോ നമ്മുടെ നാട്ടിൽ കെട്ടി കിട്ടുമോ, ഇപ്പത് മൂല്യന്നാണ്ട് തടഞ്ഞിട്ടാന്താ, അങ്ങനെ അന്വേഷിക്കുന്ന പോലെ ആ മൂല്യത്ത് പോയിട്ട് നാടും ഇവർ അന്വേഷണമൊക്കെ ഒന്ന് നടത്തും. ഈ അടുത്ത പരിസരമൊക്കെ ആണെങ്കിൽ ഒന്ന് കുടിച്ചാക്കിലിട്ടാൽ എന്താ എന്നറിയാം എന്ന് പറഞ്ഞ പോലെ വീരന്മാരൊക്കെ ഒന്ന് പോയിട്ട് എവിടെ നാട്, എന്താ പരിപാടി, ഇങ്ങനെയാണ് കുടുംബ സിറ്റുവേഷൻ എന്നൊക്കെ അന്വേഷിക്കാൻ പോയി. ആ സമയത്ത് അവർ ചോദിച്ചു, അത്രേ നിങ്ങൾ എവിടുന്നാ വരുന്നത്? അപ്പൊ ഇവര് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാ വരുന്നത്, ഇന്ത്യ നാ വരുന്നത്. ആ സമയത്ത് ഇത്രമാത്രം സ്വരമാധുര്യത്തോടെ പരിശുദ്ധ ഖുർആന്റെ ശ്രവണ സുന്ദരമായ പാരായണം നിർവഹിച്ച മനുഷ്യൻ ചോദിച്ചു എന്നാണ്, നിങ്ങൾ ഇന്ത്യയിൽ നിന്നല്ലേ വരുന്നത്? അതദ്റൂൻ ഹമീദ് ബാഷാൻ, നിങ്ങൾക്ക് ഹമീദ് ബാഷാൻ അറിയോ എന്ന് ചോദിച്ചു അത്രേ. അപ്പൊ ഈ കൂടെ നിൽക്കുന്ന അമീർമാരും ആൾക്കാരൊക്കെ ഒന്ന് ഇങ്ങനെ തലപൊക്കി നോക്കി, ഏതാപ്പെടോ നമ്മൾ ഇന്ത്യയിലെ ഹമീദ് ബാഷാൻ പോലിങ്ങനെ ചോദിച്ചു. ആകെ നമ്മൾക്കറിയാവുന്ന ഹമീദ് ഹാവും മീമും ദാലുള്ള കുറച്ച് നാമങ്ങളുണ്ട്. ഒരു ഇ.ടി. മുഹമ്മദ് ബഷീർ ഒരു ചോദിച്ചു അത്രേ, നിങ്ങൾ പറയുന്ന ആള് മുഹമ്മദ് ബഷീർ ഈ അഹമ്മദ് എന്നാൽ ക്യാബ് കഴുകാൻ പോയ ഒരാളൊക്കെയല്ലേ, അപ്പൊ അഹമ്മദ് എന്നല്ലേ ചോദിച്ചത്, ഈ അഹമ്മദ് ഒക്കെ ആണോ, ഇ.ടി. മുഹമ്മദ് ബഷീർ ഒക്കെ ആണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ചോദിച്ചു അത്രേ. ഹൈഡയില്ല മനുഷ്യൻ, ഇതൊന്നല്ല, ഈ മനുഷ്യനൊന്നല്ല. അപ്പൊ അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണ്ടയിൽ ഈ മനുഷ്യൻ പറഞ്ഞു അത്രേ, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഹമീദ് ബാഷാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു ലജ്ജയില്ലേ നിങ്ങൾക്ക്, അങ്ങനെ അറിയാതിരിക്കാൻ പാടില്ലല്ലോ, നിങ്ങൾക്ക് എന്തോ ഒരു കെണീസ് പറ്റിയിട്ടുണ്ട്, അത് അറിയാതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ പകുതി ഭാഗം വെള്ളത്തിൽ എന്നൊക്കെ പറയുന്ന ആശയത്തിൽ ആ മനുഷ്യൻ ഇവരോട് സംസാരിച്ചു. അപ്പൊ ഇവരിങ്ങനെ തലങ്ങനെ വിലങ്ങനെ, മുമ്പുള്ള ആളുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടി ബാക്കിൽ പൊരിഞ്ഞ ചർച്ചയാണ്, ഏതാണ് ഈ ഹമീദ് ബാഷാൻ, ഇവിടെ ഇത്രമാത്രം ക്ലച്ചുകളുടെ ഹമീദ് ബാഷാൻ ആരാണ്? ആ മനുഷ്യൻ എന്റെ സഹോദരന്മാരെ ഒരു പിടുത്തവും കിട്ടാഞ്ഞിട്ട് ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഫോൺ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഫോൺ ഇങ്ങനെ എടുത്തിട്ട് ഒരു വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഹമീദ് ബാഷാൻ. നോക്കുമ്പോ ആരാന്നറിയോ, സാക്ഷാൽ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന സഹോദരൻ ഉണ്ടല്ലോ, ആ മനുഷ്യനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തത്, ഇതാണ് ഹമീദ് ബാഷാൻ. അപ്പൊ ആളുകൾ ഇങ്ങനെ മുഖത്ത് വിരൽ വെച്ചിട്ട് ഈ മനുഷ്യനെ നിങ്ങൾ ഇവരിങ്ങനെ ആലോചിക്കാണ്, പഠിച്ചോനെ സുന്ദരമായ ഖുർആൻ പാരായണം നടത്തിയ പള്ളിയിലെ കാലിയരായി കാണിച്ചു കൊടുക്കുന്നത്. ഡെയിലി സിനിമ കാണാൻ പോകുന്ന ചെറുപ്പക്കാരനല്ല,
പള്ളിയിലെ ഖാളിയാരാണ്? ഇതാണ് ഹമീദ് ബാഷാൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് ഇന്ത്യയിലെ താരാനാമപ്പര വിചാരം. അല്ലാഹു അക്ബർ. പടച്ചവനേ, ഞങ്ങളുടെ സമുദായത്തിൽ ലജ്ജ നൽകണേ തമ്പുരാനെ. ഈമാൻ വേണമെങ്കിൽ ലജ്ജ അനിവാര്യമാണ് റബ്ബേ. തഖ്വ വേണമെങ്കിൽ ലജ്ജ അനിവാര്യമാണ് തമ്പുരാനെ. ലജ്ജ എന്ന് പറയുന്ന സ്വഭാവ ഗുണം എടുത്തറിയപ്പെട്ടത് കൊണ്ടാണ് നാണമില്ലാതെ ലജ്ജയില്ലാതെ അലറി വിളിക്കുന്ന പുതിയ പുതിയ കൗമാരക്കാർ രംഗപ്രവേശനം നടത്തുന്നത്. എന്തോ ഒരു ലജ്ജാവഹമായ സ്ഥിതിയാണല്ലോ. നമ്മളിങ്ങളെ കാണുകയാണ്. നമ്മളൊന്ന് ആലോചിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകർ ഒരുപാട് വിശേഷണങ്ങൾ ഈ കാലത്ത് നബിതങ്ങൾ ഒന്ന് ഇരുന്ന് എണീറ്റ് പോയതുപോലെ എത്ര പ്രവചനങ്ങളാ നബിതങ്ങൾ പഠിപ്പിച്ചത്. ഇനിയിപ്പോ റമളാൻ വരാൻ പോവുകയാണ്. എന്തിനാ റമളാൻ അല്ലാഹു നമ്മൾക്ക് നിർബന്ധമാക്കി തന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകരെയും മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ട് വിശ്വസിക്കുന്ന എന്റെ മുഅ്മിനേ, കുതിബ അലൈക്കുമുസ് സിയാം, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേലിൽ നോമ്പ് നമ്മൾ നിർബന്ധമാക്കി തന്നിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നമ്മൾ നിർബന്ധമാക്കി കൊടുത്ത പോലെ. എന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ എന്ന് പറയുന്ന സ്വഭാവ ഗുണത്തെ ശീലിച്ച് ആ സ്വഭാവം കൊണ്ട് സ്വർഗം നിർബന്ധമാക്കുന്ന സാഹചര്യങ്ങളെ സ്വന്തം മനസ്സുകൊണ്ട് നേടിയെടുക്കാൻ വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകർ നടത്തിയ അധ്യാപനമുണ്ട് മോളെ. ശഅബാൻ മാസം വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, റമളാനിൽ ഒരുപാട് മഗ്ഫിറത്തിന്റെയും മർഹമത്തിന്റെയും ഇത്ഖിന്റെയും സജ്ജീകരണങ്ങൾ അടിമകളിലേക്ക് റബ്ബ് ഇറക്കി തരുമെന്നാണ്. അതിനുള്ള ഒരുക്കം നബി തങ്ങൾ തുടങ്ങിയത് ശഅബാനിലാണ്. ഉമ്മ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മോളെ, ശഅബാനിലാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ബഹുമാനപ്പെട്ട പ്രവാചകർക്ക് ശഅബാനെങ്ങാനും വന്നു കഴിഞ്ഞാൽ പ്രത്യേകമായ ഉത്സാഹമാണ്, പ്രത്യേകമായ ഒരു ആവേശമാണ്. നോമ്പെടുക്കുവാൻ, ഖുർആൻ പാരായണം നടത്തുവാൻ, നമസ്കരിക്കുവാൻ, പടച്ച റബ്ബിനെ ഓർത്തൊന്ന് ജീവിക്കുവാൻ നബി തങ്ങൾക്ക് പ്രത്യേക ഉത്സാഹമാണ്. ആ ഉത്സാഹം കാണുമ്പോ നമ്മുടെ മനസ്സിനും വല്ലാത്തൊരാനന്ദമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മോളെ, ഈ കൃത്യമായ ആരാധനാ കർമ്മങ്ങളുടെ ഈ പതിവ് നമ്മൾക്കും വേണം മോളെ. കിട്ടുന്ന സമയങ്ങളുണ്ടല്ലോ, ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഇരുന്നിട്ട് സീരിയൽ കണ്ട് സിനിമ കണ്ടിട്ട് ഇത്രയും കാലം നേടിയെടുത്ത ഈമാനിന്റെ ആവേശത്തെ ഒരൊറ്റ ദിവസത്തിന്റെ സമയം കൊണ്ട് തകർത്തു കളയുന്ന മോളെ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരണ്ടേ. ഈ മക്കൾ ഇതിങ്ങനെ പഠിക്കല്ലേ? ചെറിയ പൈതങ്ങൾ പോലും, ചെറിയ പൈതങ്ങൾ സ്കൂളിലൊക്കെ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ ഉള്ള മക്കൾ ഖുൽയായുൽ കാഫിറൂൻ ഖുൽഹുവല്ല പോലും ചോദിച്ചാൽ ഫുള്ളായിട്ട് ഓതൂല. അങ്ങനത്തെ മക്കൾ ഓരോ ദിവസവും പുതിയതായിട്ട് ഇറങ്ങുന്ന സിനിമയുടെ ഡയലോഗ് ഓരോ ദിവസത്തിൽ എഴുതിങ്ങനെ കാണാതെ പഠിക്കുക. എന്നാൽ സ്കൂളിൽ വരുന്ന മാഷ്മാരോടൊക്കെയാണ് കസർത്ത്. എന്നാ പിടിച്ചോ. ഈ മക്കളോട് ഖുൽഹുവല്ല ചോദിച്ചാൽ അത് പൂർണ്ണമായിട്ട് ഓതാൻ കഴിയില്ല. ഒന്ന് ഖുൽയായുൽ കാഫിറൂൻ ഓതടോ മോനെ, ഒന്ന് ഫാത്തിഹ തെറ്റില്ലാതെ ഓതടോ മോനെ, അതിനൊന്നും കഴിയൂല. ആ ഡയലോഗിന്റെ മൂലയൊക്കെ ഒപ്പിച്ചിട്ട് നല്ലൊരു കസർത്തൽ അങ്ങോട്ട് കൊടുക്കും. അല്ലേ? നമ്മുടെ മക്കൾ പഠിക്കുന്ന പാഠമാണ് ഇതിന്റെ മുഖ്യമായ പങ്ക്. എന്റെ സഹോദരിമാരെ, നിങ്ങൾക്കാണ് ഒരു വീട്ടിന്റെ ഏറ്റവും നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മടിത്തട്ട് മോളെ നീയാണ്. നിങ്ങളാണ് ഉമ്മമാരെ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അതിനുള്ള സാഹചര്യവും നമ്മുടെ വീട്ടിന്റെ അകത്ത് ഒരുക്കി കൊടുക്കണം.
ഇങ്ങനെ കണ്ടിട്ട് മക്കൾ വളരണം, ദീൻ കാണണം, അവർ ദീനെ പഠിക്കണം, അവർ അല്ലാഹയെ പരിചയപ്പെടണം. അവർ ഇല്ലേ എങ്കിൽ ഉമ്മമാരെയും ഉപ്പമാരെയും പടി പറഞ്ഞ് വീട്ടിന്റെ അകത്ത് നിന്ന് പുറത്തിരുത്തി ഞാൻ സ്വന്തമായി പണിത കഷ്ടപ്പെട്ട് ചോര നീരാക്കി അധ്വാനിച്ചെടുത്ത എന്റെ ഈ കോടികളെ കൊണ്ട് കെട്ടിപ്പടുത്ത എന്റെ ഈ ഗ്രഹത്തിന്റെ ഉള്ളിൽ ഇരിക്കാൻ മാത്രം സ്വാതന്ത്ര്യം നിങ്ങളുടെ ഈ മോൻ തന്നിട്ടുണ്ടോ? പുറത്തു പോയി നിങ്ങൾ എവിടെ ചായിരുന്നോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന മക്കൾ അതിക്രമിച്ച കാലമാണ്. ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇതൊക്കെ നിങ്ങളുടെ മക്കൾക്ക് ഒരു ഓർമ്മ നിങ്ങൾ വെച്ചു കൊടുത്താൽ, ഒരു ഓർമ്മ നിങ്ങൾ പകർന്നു കൊടുത്താൽ, ഇതൊക്കെ വ്യക്തമാണല്ലോ. അല്ലാഹു എല്ലാം റെക്കോർഡ് ചെയ്യുമെന്നും നാളെ അവന്റെ ഖജനാവിൽ നിന്ന് നാളെ അവന്റെ സന്നിധാനത്തിലേക്ക് വരുമ്പോ ഈ മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾക്ക് വ്യക്തമായ വിചാരണ നടത്തുമെന്നും പഠിപ്പിച്ചത് ഖുർആൻ. ഇന്ന ഇലൈനാ ഇയാബഹും ثم إن علينا حسابهم. മോനെ, എല്ലാ വെള്ളിയാഴ്ചയിലും പരിശുദ്ധമായ ഖതീബ് ഉസ്താദ് നിന്റെ മുമ്പിലൂടെ ഓതി പഠിപ്പിച്ചു തരുന്ന അധ്യാപനമല്ലേ ഇന്ന ഇലൈനാ ഇയാബഹും. മോനെ, നിന്റെ കളിയും ചിരിയും തമാശയും ഒരു ദിവസം ഒടുങ്ങുന്നതാണ്. പിന്നെ നീ ഓടി വരുന്നത് എന്റെ അരികിലേക്ക്. ثم إن علينا, പിന്നെ ഞാനാണ് നിന്നെ കുറിച്ച് വിചാരണ നടത്തുന്നത് മോനെ. ഓരോ നിമിഷങ്ങളിലും നീ ചെയ്ത കർമ്മങ്ങൾ അത് ഞാൻ വ്യക്തമായി ചോദിക്കുന്നതാണ്. എന്റെ സഹോദരന്മാരെ, പഠിക്കേണ്ട വസ്തുതയാണ്. ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ വ്രതം കൊണ്ട് ജീവിച്ചാൽ പോരാ. ഭർത്താവ് ഇങ്ങനെ വെറുതെ ഗൾഫിൽ ഇങ്ങനെ പണയക്കും, നമ്മൾ തോന്നിയ പോലെ ഇങ്ങനെ ജീവിക്കുക, അത് നടക്കൂല സഹോദരിമാരെ. പടച്ച റബ്ബ് എല്ലാം കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അവരിങ്ങനെ എഴുതി വെക്കാൻ, അവൻ തന്നെ സ്വന്തമായി സാലറി കൊടുത്തിട്ട് 2 മലക്കുകളെ നമ്മുടെ 2 ചുമലിലും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും നോക്കണ്ട, ദിവസം ഡെയിലി ഫുഡ് പോലും കൊടുക്കണ്ട, അതൊക്കെ പടച്ചോ കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കർമ്മം നന്നാക്കുക, അതുപോലെ അവിടെ നല്ല നിലയിൽ റെക്കോർഡ് ചെയ്യും. അള്ളാഹു നമ്മുടെ ഏട് വലം കയ്യിൽ തരികയും അത് നന്മ തൂങ്ങുകയും ചെയ്യുന്ന ഏടായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭയങ്കരമായൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങളെ നിസ്സാരമായി കണ്ടാലും അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ച ഒരു അധ്യാപനമുണ്ട്. മോളെ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ മർആ, ഒരു പെണ്ണിലേക്ക്, ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് അല്ലാഹു നാളെ റഹ്മത്തിന്റെ നോട്ടം നോക്കില്ല. അല്ലാഹു അവന്റെ കരുണ ഇറക്കി കൊടുക്കില്ല. ഏതാണ് ആ പെണ്ണെന്നറിയോ? എന്റെ മുമ്പിലിരിക്കുന്ന ഉമ്മ, എന്റെ മുമ്പിലിരിക്കുന്ന മോളെ, പെങ്ങളെ, എന്റെ പെൺകൊടികളെ, ചിന്തിക്കണേ, മനസ്സിലാക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചു തരികയാ. ആരാണ് ഒരു വിഭാഗം സ്ത്രീകള്? ലം തശ്കുർ സൗജഹാ, ചോര നീരാക്കി അധ്വാനിച്ചെടുത്ത നിന്റെ സന്തോഷത്തിന് വേണ്ടി ഓടി നടന്ന നെട്ടം തിരിഞ്ഞ നിന്റെ ഭർത്താവ് കൊണ്ടുവന്ന് വെച്ച് നിന്റെ വായക്കകത്തേക്ക് വെച്ചു തരുന്ന നാണയത്തുട്ടുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് റബ്ബിന്റെ ധിക്കാരം വിലക്ക് വാങ്ങിയാൽ, ഭർത്താവിന്റെ പൊരുത്തത്തിൽ ഒതുങ്ങാതെ താൻ തോന്നിയായി നീ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കണ്ട. ഓർക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്രയോ ആളുകളാണ്, എത്രയോ സഹോദരന്മാരാ പള്ളിയിലേക്ക് നടന്നു വരികയാണ്, പൊട്ടി പൊട്ടി കരഞ്ഞിട്ട്, ഉസ്താദേ ഞാനെന്തു ചെയ്യണമെന്നറിയില്ല, എന്റെ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് ഹലാലാക്കി തന്ന സ്നേഹമെന്ന് പറയുന്ന ഹൃദയത്തെ ഞാൻ സമ്മാനിച്ചത് ഒരേ ഒരു മനസ്സിന് വേണ്ടിയാ. ആ മനസ്സിനെ വഞ്ചിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ
എങ്ങനെ സന്തോഷത്തോടെ നിൽക്കാൻ കഴിയുന്ന റബ്ബേ, എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരെ, ശബ്ദം ശ്രവിക്കുന്നവരെ ഒന്ന് ചെവിട് തുറന്ന് കേൾക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന സ്വർഗീയ നാരിമാരുടെ നായികയാണ് എന്റെ പുന്നാര പൂമോളെന്ന് പഠിപ്പിച്ച സയ്യിദത്തുനാ ഫാത്തിമത്തു സഹ്റാ. സയ്യിദത്തുനാ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിലെങ്ങാനും ഇത്രമാത്രം അദമ്യമായൊരു സ്നേഹത്തെ മനസ്സ് മറന്ന് പകുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പുന്നാര പൂമോൾക്കെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വേറെ ഒരു സഹാബിയും അവസാന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വരികയാണ്. ഇബ്നു അബ്ബാസ് തങ്ങളും അലി റളിയല്ലാഹു അൻഹു, ഈ രണ്ട് മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നിട്ട് നബിയോട് ചോദിക്കാണ്, നബിയേ, നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് ആദ്യം വന്നു, ആ വരുന്ന സമയത്ത് വാതിൽ മുട്ടിയപ്പോൾ ആയിഷ ബീവി അടുത്തിരിക്കുകയാണ്. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, പുറത്താരോ വന്നിട്ടുണ്ട് നബിയെ, തുറന്നു കൊടുക്കണം. ആ തുറന്നു കൊടുത്തോ, ഒരു വന്നത് എന്തോ ചോദിക്കാനാവുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പറയാൻ. ഒരകത്തോട്ട് വിളിച്ചു. ഇവർ രണ്ടുപേരും വന്നിട്ട് നബിയോട് സ്വകാര്യമായി ചോദിക്കാൻ, നബിയെ, നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തി ആരാണ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സ് പുകഴ്ത്തു കൊടുത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ അതാരാണ് നബിയെ? അല്ലാഹുവിന്റെ പ്രവാചകർ ആ വാക്ക് മുടമിപ്പിക്കുന്നതിന്റെ മുമ്പേ പറഞ്ഞു, എന്റെ പൊന്നുമോള് ഫാത്തിമയാണ് റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ മോൾ അല്ലാഹുവിന്റെ പ്രവാചകർ തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്തു തന്ന മണവാളനെ അലി ഹൈദറുൽ കറാർ റളിയല്ലാഹു അൻഹു ദീന് വരെ പുകഴ്ത്തി പറഞ്ഞ പുലിക്കുട്ടിയാണ് സയ്യിദുനാ അലി ഹൈദറുൽ കറാർ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി നല്ല കൊഞ്ചി കളിച്ചിലാണ്. എപ്പോഴും തോണ്ടിയിട്ടും ചാടിയിട്ടും നുള്ളിയിട്ടും പിച്ചിട്ടൊക്കെ ഉള്ള തമാശ രൂപേണയുള്ള കളി നമ്മുടെ വീടുകളിലുള്ളിൽ വാതിലടച്ചാടുള്ള പോലെ. ഇടയ്ക്ക് ഒരു നിമിഷം എന്റെ സഹോദരിമാരെ, എന്റെ സഹോദരന്മാരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തമാശ ഇങ്ങനെ പറഞ്ഞ് ഉച്ചോളി കളിക്കുന്നതിന്റെ ഇടയിൽ ഇടയ്ക്ക് എന്തോ ഒരു തമാശ കാര്യമായി പോയി. അലിയാര് തങ്ങളൊന്ന് പിണങ്ങിപ്പോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ മനസ്സിൽ വല്ലാത്ത സങ്കടം വരികയാണ്. പടച്ചോനെ, എന്തേ പരിയാർ തങ്ങൾ എന്നോട് മിണ്ടാതിരിക്കുന്നത്? ഞാൻ എന്തു തെറ്റാ പടച്ചോനെ ചെയ്തത്? കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കുറെ മാന്തി നോക്കി, കുറെ നുള്ളി നോക്കി, കുറെ ചിരിപ്പിച്ച് കളിപ്പിച്ചു നോക്കി. അലിയാർ തങ്ങളുടെ മുഖത്തിന്റെ ഗൗരവത്തിന് ഒരു മാറ്റവും വരുന്നില്ല. അവസാനം ചരിത്രം പഠിപ്പിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ 60ഉം 70ഉം തവണ തോണ്ടുകയും പിച്ചുകയും നുള്ളുകയും ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്തതിന്റെ അന്ത്യത്തിൽ അവസാനം അലിയാര് തങ്ങൾ മുഖത്ത് നോക്കി പുഞ്ചിരി വിടർത്തുകയാണ്. ആ പുഞ്ചിരി അങ്ങ് തെളിഞ്ഞ പാട് അൽഹംദുലില്ലാഹ്, പടച്ചവനെ, ഞാൻ ദുനിയാവിൽ വെച്ച് ആസ്വദിച്ച ഏറ്റവും നല്ല സൗരഭ്യമൂറുന്ന സാഹചര്യം അല്ലാഹുവേ, ആ സന്ദർഭത്തിൽ അലിയാര് തങ്ങളുടെ അധരങ്ങൾ ഉതിർത്തിട്ടുള്ള പുഞ്ചിരിയാ. സന്തോഷത്തിന്റെ ആധിക്യത്താൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പുന്നാര പൂമാൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഓടി വരികയാ. എന്നിട്ട് പുഞ്ചിരി തൂകിയിട്ട് നബി തങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. എന്റെ ഉപ്പാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്തോ പതിവില്ലാത്ത പുഞ്ചിരിയും മുഖത്തിന്റെ പ്രസന്നതയും കണ്ടപ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ ചോദിക്കുകയാണ്, എന്തേ മോളെ ഫാത്തിമ പതിവില്ലാത്ത പുഞ്ചിരി മുഖത്ത് വിടർന്നു നിൽക്കുന്നത്? എന്താ പതിവില്ലാത്തൊരു പുഞ്ചിരി മുഖത്ത്? എന്തോ ഒരു കാര്യം ഉണ്ടായിക്കണല്ലോ, എന്തോ ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ടല്ലോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വരവ് കണ്ടപ്പോഴേ നബിക്ക് അങ്ങനെ മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്നേഹത്തിന്റെ ആ ഒരു അവസ്ഥയെ, ആ ഒരു ആഹ്ലാദ നിർഭരമായ അവസ്ഥയെ ബഹുമാനപ്പെട്ട ഫാത്തിമ മോൾ വിവരിച്ചു കൊടുക്കുകയാണ്. നബിയെ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഓടി വരികയാണ്. എന്താണ് ഞാൻ പതിവിന് വിപരീതമായ ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് കയറി വന്നതെന്നറിയോ? എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ ഉപ്പ. എന്താണെന്നറിയോ? ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നത് ഒരു വല്ലാത്ത പടച്ചറബ് കനിഞ്ഞു നൽകിയിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ സാഹചര്യം കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവലിയാർ തങ്ങള് എന്നോട് പിണങ്ങിയിരുന്നു. ഒരുപാട് നേരം ഞാൻ ഓടി നടന്നതിന്റെ ശേഷമാണ്, അല്ലാഹുവേ, ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടു പോയി ഉപ്പാ. ഒരുപാട് നേരത്തെ പരിശ്രമത്തിന്റെ ശേഷമാണ് അലിയാർ തങ്ങൾ എന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരി വിടർന്നത് ഉപ്പാ. ആ ഒരു സന്തോഷം പിടിച്ചു വെക്കാൻ കഴിയാതെ ഉപ്പച്ചിയോട് പറയാൻ ഓടി വരികയാണ് ഉപ്പാ എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ മോള് വന്നപ്പോ പുന്നാര പൂമാൻ പറഞ്ഞ മറുപടിയുണ്ട്. മോളെ, കൃത്യമായി തന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് വേദനിപ്പിച്ച് നോവിപ്പിച്ചിട്ട് എത്രയോ കാതങ്ങൾക്കപ്പുറങ്ങളില്, എത്രയോ മൈലുകൾക്കപ്പുറം പ്രവാസിയായി പൊട്ടിക്കരഞ്ഞ ദിനരാത്രങ്ങള് വെറും നാരകീയമായ കഥനക്കഥകളുടെ കൂടപ്പിറപ്പായി ജീവിച്ചിട്ട് നിന്റെ സന്തോഷത്തിന് വേണ്ടി അയച്ചു തരുന്ന നാണയത്തൊട്ടുകള് നരകത്തിന്റെ വിറക് കൊള്ളിയാക്കി കഴിഞ്ഞാൽ മോളെ വിചാരണ ചെയ്യപ്പെടും. മോളെ, പുന്നാര പൂമാന് പഠിപ്പിച്ചു കൊടുക്കുകയാ. തന്റെ പ്രിയപ്പെട്ട മോളോടാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഏതാണ് മോളെന്നറിയോ? സ്വർഗത്തിന്റെ നാരിമാരുടെ നായിക എന്ന് പഠിപ്പിച്ച മോളാ. ഏറ്റവും നല്ല സ്നേഹത്തെ പകുത്തു കൊടുത്തിട്ടുണ്ടെന്ന് പഠിപ്പിച്ച മോളാ. എന്റെ കരള് പോലെ ഞാൻ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മോളെന്ന് പഠിപ്പിച്ച മോളാ. മോളോടാണ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മോളെ, നിന്റെ ഭർത്താവായി നിനക്ക് ഞാൻ നിന്റെ സന്തോഷത്തോടെ നിനക്ക് കൂട്ടി തന്ന, നിന്റെ കയ്യിലേക്ക് ഞാൻ വെച്ചു തന്ന സയ്യിദുനാ അലി ഹൈദറുൽ കറാർ, നിന്റെ ഭർത്താവിനോട് നീ ഇത്രയും സമയം പിണങ്ങിയിരിക്കുകയായിരുന്നു. ഈ പിണക്കത്തിന്റെ ഇടയിലെങ്ങാനും നിന്റെ ഭർത്താവിനോട് പിണങ്ങിയിരിക്കുന്ന സമയത്തെങ്ങാനും അസ്രായീൽ വന്നിട്ട് നിന്റെ റൂഹെടുത്തു കൊണ്ടുപോയാൽ, സമയത്തെങ്ങാനും നിന്റെ റൂഹെടുത്ത് പടച്ച റബ്ബിന്റെ സന്നിധിയിലേക്ക് നിന്റെ റൂഹ് പറിച്ചെടുത്ത് കൊണ്ടുപോയാൽ, മോളെ, മാ സ്വല്ലൈതു ബികി യാ ഫാത്തിമ, കരളിന്റെ കഷ്ണമെന്ന് പഠിപ്പിച്ച പുന്നാര പൂമാനാ പറയുന്നത്. മോളെ, ആ സമയത്താണ് നിന്റെ റൂഹെടുത്തിട്ട് ഇസ്രായേൽ പറന്നു പോയതെങ്കിൽ നിന്റെ മയ്യത്തിന് വേണ്ടി ജനാസ നമസ്കരിക്കാൻ 3 തുണി കഫൻ പുടയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള നിന്റെ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിന്റെ ഇമാമായി നമസ്കരിക്കാൻ, ആ ശരീരത്തിന്റെ മുമ്പിൽ ജനാസ നമസ്കരിക്കാൻ നിന്റെ പ്രിയപ്പെട്ട ഈ ഉപ്പായ കാണൂല മോളെ. നിന്റെ നമസ്കാരത്തിന് ഉപ്പ വരുമെന്ന് പ്രതീക്ഷിക്കണ്ട മോളെ. നിന്റെ നമസ്കാരത്തിന് ഈ ഉപ്പ വരൂലായിരുന്നു മോളെ. എന്റെ വാക്ക് ശ്രദ്ധിക്കുന്ന എന്റെ ഉമ്മ ഗൗരവത്തോടെ ചിന്തിക്കണേ.
എത്രയോ ദിനരാത്രങ്ങളാ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ നമ്മുടെ വീടിന്റെ കൊലായിലിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞു പോയത്. എന്താണ് അവർക്കുള്ള പരിഭവം എന്നറിയോ? പടച്ചോനെ, ഗൾഫ് നാടുകളിൽ പോയിട്ട് പ്രവാസിയായി എന്റെ മക്കളുടെ സ്നേഹം പോലും വാങ്ങാൻ കഴിയാതെ കട്ടപ്പെട്ടത് പടച്ചവനെ ഈ പൊന്നുമോളുടെ സ്നേഹത്തിന് വേണ്ടിയാണ്, ഇവളുടെ സന്തോഷത്തിന് വേണ്ടിയാ. ഇന്നിവിടെ നാട്ടിൽ വന്നപ്പോ കണ്ടോ, മുഖത്ത് നോക്കിയിട്ട് അലറി വിളിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നത് എത്ര തവണയാണ് മോളെ, ശ്രദ്ധിക്കണേ. ഒരാറാബിയായ മനുഷ്യൻ വന്ന് പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ച എനിക്ക് ഒരുപാട് ആളുകളെ കണ്ട മനുഷ്യനാണ് ഞാൻ. ഒരുപാട് മനുഷ്യന്മാർ വൈവിധ്യമായ സംസ്കാരം ശീലിച്ചവരാ. പല ആളുകളും വിഗ്രഹങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരാ. പല ആളുകളും മരത്തടികളുടെ മുമ്പിൽ നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്യുന്നവരാ. പല ആളുകളും നക്ഷത്രത്തെ നോക്കി നമസ്കരിക്കുന്നവരാ. പല ആളുകളും മൺകൂനകളുടെ മുമ്പിൽ മുട്ടിട്ട് മുട്ടുവെച്ചിട്ട് പൂജകൾ നടത്തുന്നവരാണ്. പക്ഷേ ആ സമയത്ത് ഞാനൊന്ന് എന്റെ ശരീരത്തെ കുറിച്ച് വിചിന്തനം നടത്തി നബിയേ. ആ സമയത്ത് ഞാനൊന്ന് ആലോചിച്ചു നബിയേ, എന്റെ ശരീരത്തിൽ ഒരുപാട് നന്ദിയുടെ, കൃതജ്ഞതയുടെ, ഒരുപാട് സൗകര്യ, ഒരുപാട് സൗകുമാര്യതയുടെ സുഹൃതങ്ങൾ വിവരിച്ചു തന്ന, കാണിച്ചു തന്ന, സ്വർഗത്തിന്റെ സരണി എനിക്ക് പഠിപ്പിച്ചു തന്ന, നരകത്തിന്റെ പാതയെ തൊട്ട് മാറി നിൽക്കണേ എന്ന് എന്റെ മനസ്സിനോട് ഉപദേശിച്ചു തന്ന എന്റെ പുന്നാര നബിയേ, ലോകത്തെങ്ങാനും ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി എന്റെ നെറ്റിത്തടം വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമായിരുന്നെങ്കിൽ ഒരുപാട് തവണ ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട്, ഒരുപാട് തവണ ഞാൻ ആലോചിച്ചിട്ട് അവസാനമായി എനിക്ക് എത്തിപ്പെട്ട ഒരു സാഹചര്യവും ഒരു റിസൾട്ടും എന്തെന്നറിയോ? നിങ്ങളുടെ കാൽപാദത്തിന്റെ മുമ്പിൽ ഞാനൊന്ന് വീഴട്ടെ നബിയേ, ഞാനൊന്ന് മുത്തട്ടെ നബിയേ, ഞാനൊന്ന് സുജൂദ് ചെയ്യട്ടെ നബിയേ. അത്രയും കോടിക്കണക്കിന് കടന്നു വരുന്ന മനുഷ്യകുലങ്ങൾ മുഴുവൻ എത്രയോ മൺകൂനകളുടെ മുമ്പിൽ, മരങ്ങളുടെ മുമ്പിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ച പടപ്പുകളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ധൈര്യം കാണിക്കുന്നുവെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തേണ്ട എന്റെ മനസ്സിന്റെ രാജകുമാരനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ കിടന്ന് ഞാനൊന്ന് സുജൂദ് ചെയ്യട്ടെ നബിയേ. ഇത് നന്ദിയുടെ സാഷ്ടാംഗമാണ്, ഇത് കൃതജ്ഞതയുടെ സാഷ്ടാംഗമാണ്. ആ സമയത്ത് പുന്നാര പൂമാൻ അറാബിയായ മനുഷ്യന്റെ തോളത്ത് തട്ടിയിട്ട് പറയുകയാണ്, മോനെ, അല്ലാഹയെ വിശ്വസിക്കുന്ന, അല്ലാഹുവിന്റെ പ്രവാചകരിൽ വിശ്വാസം അർപ്പിക്കുന്ന ആർക്കാണ് റബ്ബിന്റെ മുമ്പിലല്ലാതെ സുജൂദ് ചെയ്യാൻ അല്ലാഹു അനുവാദം കൊടുത്തത് മോനെ? അങ്ങനെ ഞാനെങ്ങാനും ഒരു മനുഷ്യന്റെ മുമ്പിൽ കിടന്ന് സുജൂദ് ചെയ്തിട്ട് അവൻ ചെയ്യേണ്ട നന്ദിയുടെ പ്രകടനം നടത്തണമെന്ന് ഞാനെങ്ങാനും ഒരു മനുഷ്യന്റെ മുമ്പിൽ പ്രഖ്യാപനം നടത്തുമായിരുന്നെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു വാക്കെന്തെന്നറിയോ? വീട്ടിന്റെ ഉള്ളിൽ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ അറിയാതെ ഏറ്റവും നല്ല ഭാര്യയായി വീട്ടിന്റെ അകത്ത് ഒതുങ്ങിക്കൂടുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ പൊന്നുമോൾ കടന്നു വന്നിട്ട് ഭർത്താവിന്റെ കാൽക്കൽ വീട് മാപ്പ് പറഞ്ഞിട്ട് നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്യട്ടെ എന്ന് ഞാൻ പറയുമായിരുന്നുവെന്ന് ലോകത്തിന്റെ പൂമാൻ, പുന്നാര പൂമാൻ, മക്കയുടെ മാണിക്യമേ, മദീനക്ക് അല്ലാഹു കൊടുത്ത മരതകമേ, അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലാഹു
അല്ലാഹു നല്ല ബുദ്ധിയും നല്ല തല്ലേടവും തരട്ടെ. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താനാണ് ഇതുപോലെയുള്ള സദസ്സുകൾ. അല്ലാഹു അവനെ ആലോചിച്ച് ജീവിക്കുന്ന സൗഭാഗ്യരിൽ നമ്മയും നമ്മുടെ സഹോദരിമാരെയും ഒക്കെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ മരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ സഹോദരിമാരെ, നബി തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെറുതെയല്ല പറഞ്ഞത് നരകത്തെ സൂക്ഷിച്ചോളണേ എന്ന് പറഞ്ഞ പുന്നാര പൂമാൻ അതേ റിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞു, ഫത്തഖുൻ നിസാ, ഫത്തഖുൻ നിസാ, നിങ്ങളുടെ പെണ്ണുങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തെ സൂക്ഷിക്കാൻ പറഞ്ഞ പ്രവാചകരാണ് നിങ്ങളുടെ പെണ്ണുങ്ങളെയും കരുതിയിരുന്നോളണമെന്ന് പഠിപ്പിച്ചത്. അതിൽ എന്തോന്ന് കാര്യമായി ചിന്തിക്കുവാനുള്ള. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹു വിധിച്ച സ്വർഗ്ഗം കിടക്കുന്നത് നിങ്ങളുടെ ഭർത്താവിനെ വഴിപ്പെടുന്നതിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയ്യുമംറഅത്തിൻ മാതത്, ഏത് മോള് മരിച്ചാലും ഏത് പെണ്ണ് മരിച്ചാലും ഓളെ വസൗജുഹാ അൻഹാ റാദ്, ആ മരിക്കുന്ന സന്ദർഭത്തിൽ ആ മോളുടെ ഭർത്താവ് ആ സഹോദരിയോട് പൂർണ്ണ സംതൃപ്തനാണെങ്കിൽ ദഖലത്തിൽ ജന്ന, അവൾക്ക് സ്വർഗ്ഗത്തിൽ അനായാസം കടന്നു വരാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പുന്നാര പൂമാൻ പഠിപ്പിച്ചതാണ്. ആവശ്യത്തിനനുസരിച്ച് ഉദവികൾ ഉണ്ടാക്കുന്നതല്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്ന അധ്യാപനമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നല്ല നിലയിൽ ജീവിക്കാൻ നമ്മൾക്ക് തന്റെയുടെ ബുദ്ധിയും തരട്ടെ. ഇനി റമളാൻ വരാൻ പോവുകയാണ്. നല്ലോണം കച്ച കെട്ടി ഇറങ്ങിയാലേ കാര്യം നടക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത് എല്ലാവരുടെയും മനസ്സിൽ വേണം. പണ്ടൊക്കെ സമദാനി സാഹിബിന്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു കടപ്പുറത്ത്. എല്ലാ പ്രഭാഷണങ്ങളിലും മനുഷ്യന്റെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഒരു ചിന്തയുടെ ഹദീസുണ്ട്. പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറിയിട്ട് 3 ആമീൻ പറഞ്ഞു. എല്ലാ ആളുകളും ബൈഹാട്ടാക്കി പഠിച്ചൊരു ഹദീസാണ് സമദാനി സാഹിബിന്റെ ആ ഒരു പ്രസംഗത്തിലൂടെ. അത് ഭയങ്കരമാണ് ആ ഹദീസ്. 3 സ്റ്റെപ്പിലും കയറിയിട്ട് ദുആ ചെയ്യുന്നത് ജിബ്രീലാണ്, മറുപടി പറയുന്നത് മുസ്തജാബു ദുആ മുഹമ്മദ് മുസ്തഫ. നാവ് തുറന്നാൽ അത് നടപ്പിലാക്കാൻ കാത്തിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവർ രണ്ടാളും അങ്ങനെ ഒരു ഫൈറ്റിലാണ്. അല്ലാമ ഇഖ്ബാൽ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര രസകരമാണ്. തമാശ തോ ദേഖോ ജഹന്നം കി ആതിശ് ബനായേ ഖുദാ തോ ബുജായേ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചോൻ നരകമുണ്ടാക്കി, നരകം ഉഷാറായി കത്തിച്ചു. 1000 വർഷം കത്തിച്ചു, പിന്നെയും 1000 വർഷം കത്തിച്ചു, പിന്നെയും 1000 വർഷം കത്തിച്ചു. അങ്ങനെയാണ് നരകത്തിന്റെ കളർ മാറുന്നതും മഞ്ഞ മാറി ചുവപ്പ് മാറി കറുപ്പിലേക്ക് എത്തിയത് എന്നൊക്കെ പണ്ഡിതന്മാരും ഹദീസുകളും നമ്മളെ പഠിപ്പിച്ചതാണ്. ഈ കത്തൽ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ കത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അതിനെ കെടുത്താനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തുകയാണ് എന്ന് അല്ലാമ ഇഖ്ബാൽ രസകരമായി പഠിപ്പിച്ചൊരു കവിതയാണ്. നമ്മളിതൊക്കെ പഠിക്കണം. ഓരോ മിമ്പറിൽ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ ഇങ്ങനെ ദ്വാരന്നു കൊടുക്കാണ്. അതിൽപ്പെട്ട പ്രധാനമായ ഒരു ദുആ, അല്ലാഹുവിന്റെ പരിശുദ്ധ നബിയേ, നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട മനുഷ്യന്മാർ ഒരുപാട് ആളുകൾ വരും നബിയേ. ആ മനുഷ്യന്മാരിൽ നിന്നെങ്ങാനും ഒരുപാട് സുഹൃതങ്ങളുടെ വസന്തോത്സവമായി അല്ലാഹു പരിചയപ്പെടുത്തുന്ന ഈ മാസം വന്നു കഴിഞ്ഞിട്ട് പോലും ആദ്യത്തെ 10 റബ്ബ് റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുന്നതാ. രണ്ടാമതായി അടുത്ത 10 അല്ലാഹു മഗ്ഫിറത്ത് ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്. മൂന്നാമത്തെ 10 കരുണ കിട്ടി, മോക്ഷം കിട്ടിയിട്ട്, കരുണ കിട്ടിയിട്ട്, പാപമോചനം ലഭിച്ചിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാത്തുനിൽക്കുകയാണ്. ഈ 3 ഓഫറുകളും തമ്പുരാൻ ഏർപ്പാട് ചെയ്തിട്ട് ഇതൊന്നും കേൾക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് റമളാൻ സലാം പറഞ്ഞ് വിട പറഞ്ഞു പോകുമ്പോഴേക്കും ആരുടെയൊക്കെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടില്ലയോ അവർ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്താകട്ടെ
ഉണ്ടാകട്ടെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറയുകയാണ് ആമീൻ. അത് നടക്കും, തീർച്ചയാണ് നടക്കും. അപ്പോൾ നന്നാകാത്ത ആളുകളുണ്ടാവും. അപ്പോഴും കിട്ടുന്ന ആളുകളെ പഴി പറഞ്ഞിട്ട് അവരെ കുറിച്ച് ഇങ്ങനെ തിന്ന് നടന്നിട്ട് തന്റെ അമലക്ക് വിൽക്കുന്ന ആളുകൾ അന്നുണ്ടാകും. കരുതിയിരിക്കണം, ഇത് സുപ്രധാനമായ ഒരു ഘടകമാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല നിലയിൽ ജീവിക്കാൻ അല്ലാഹു നമ്മൾക്ക് അവസരം തരട്ടെ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇനിയൊന്ന് ആലോചിക്കണം. നമ്മൾക്ക് അല്ലാഹു നൽകിയ ഓരോന്നും വ്യക്തമായ വിചാരണപ്പെടുത്തലുകൾ നടത്താതെ ഒരു കർമ്മങ്ങൾക്ക് അങ്ങോട്ട് അടിവെച്ച് പോകരുത്. അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത്, ഓരോ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ റഹ്മത്ത് പോലെ, കരുണ പോലെ, അനുഗ്രഹം പോലെ അല്ലാഹു ഇങ്ങനെ തരും. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, മനിസ്തവാ യൗമാഹു ഫഹുവ മഖ്ബൂൻ. 2 ദിവസം ഒരുപോലെ തുല്യമായി കഴിഞ്ഞാൽ, നന്മയുടെ വിഷയത്തിൽ തുല്യമായി കഴിഞ്ഞാൽ, ലോകത്തെ ഏറ്റവും വലിയ വഞ്ചിതൻ അവനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കണ്ണ് ചിമ്മിയിട്ടാളോ കെടുക്കുക, കണ്ണ് ചിമ്മിയിട്ടാ കെടുക്കുക. ഒരുപാട് സിനിമയും കണ്ണിൽ കണ്ട നെറ്റ് സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഏതൊക്കെയോ അനന്തമായ അസംസ്കാരത്തിന്റെ അനന്തമായ വിഹായസിലൂടെ അങ്ങനെ പറന്നു പോവുകയാണോ. അങ്ങനെ അതും കണ്ടിട്ട് ആ കുത്തും പൊട്ടും അങ്ങനെ കണ്ടോണ്ട് ഉറങ്ങും. പിന്നെ എന്ത് ബിസ്മിക റബ്ബി, പിന്നെ എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെന്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല നിലയിൽ ഉറങ്ങണ്ടേ? ഇതൊന്നും നമ്മൾക്ക് ചിന്തയില്ല. നമ്മൾക്ക് എങ്ങനെയൊക്കെ കണ്ട് ഉറങ്ങിയാൽ മതി, എങ്ങനെയൊക്കെ അങ്ങോട്ട് കിടന്നാൽ മതി. ആ സമയത്ത് എന്റെ സഹോദരന്മാരെ ഒന്ന് ആലോചിക്കണം, കണ്ണ് പൂട്ടിയിട്ടൊന്ന് ആലോചിക്കുക. പഠിച്ചോനെ, ഇതിപ്പോ ഞാൻ ഉണർവിൽ പൂട്ടിയതാണ്, ബോധപൂർവം പൂട്ടിയതാണ്. ഞാൻ അറിയാതെ എന്റെ ശരീരത്തെ പൂട്ടുന്നൊരവസ്ഥ വരുമല്ലോ. ഞാൻ അറിയാതെ എന്റെ കൺതടങ്ങളെ ചൂടുവെള്ളം ഉപയോഗിച്ച് പൂട്ടി വെക്കുമല്ലോ ഒരു ദിവസത്തിൽ. ആലോചിക്കണം ആ സമയത്ത്. എന്നിട്ട് ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്റെ വിചാരണ നാളെ നിർവഹിക്കപ്പെടുന്നതിന്റെ മുമ്പേ നിങ്ങളുടെ ശരീരത്തെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം നിങ്ങൾക്ക് തന്നെ വേണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആലോചിക്കുക, പഠിച്ചോൻ ഇന്നലെ 33 ഇക്കറ ചൊല്ലിയിട്ടുള്ളൂ, ഇന്നലെ 10 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ, ഇന്ന് ഇൻഷാ അല്ലാഹ് 12 റക്അത്ത് നിസ്കാരം. ഇന്നലെ 500 രൂപ സ്വതക്ക കൊടുത്തിട്ടുള്ളൂ, ഇന്ന് 600 രൂപ സ്വതക്ക ഇൻഷാ അല്ലാഹ്. ഇന്നലെ പള്ളിയിലെ മൂല്യമാർക്ക് ആകെ നോമ്പറക്കാൻ വന്നിട്ട് ഇന്നലെ 1000 രൂപ മൂന്നാ കൊടുത്തത് ഇൻഷാ അല്ലാഹ്. ഇനി എല്ലാ ആളുകളും എന്റെ വക ഇന്ന് 500 രൂപ. ഇങ്ങനെ ഇന്നലത്തെക്കാളും ഇന്ന് നന്മകളെ കൊണ്ട് മുൻകടന്നില്ലെങ്കിൽ ആ ദിവസം അവന് വഞ്ചിക്കപ്പെട്ടു കഴിഞ്ഞോ എന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ഒരു നന്മ പിറ്റേ ദിവസം വരുമ്പോഴേക്ക് ഒന്ന് കൂടണം, കുറയരുത്. അങ്ങനെ വിചാരണ നടത്തുക, അങ്ങനെ പടച്ചോനുമായി അടുപ്പം നിങ്ങൾ പുലർത്തുക, മരണത്തെക്കുറിച്ച് ഓർക്കുക. എന്നാൽ നാളെ ഇതൊക്കെ പടച്ചോന്റെ മുമ്പിലെത്തിക്കുമ്പോ അല്ലാഹുവേ ഇതിനൊക്കെ വിചാരണ ചെയ്യപ്പെടുമ്പോ മറുപടി ഇപ്പൊ എന്താ പറയാണ്ടാകുക എന്നുള്ള നിലയിലാണെങ്കിൽ എന്റെ സഹോദരന്മാരെ, ഇതിനൊന്നൊരു ഫലമോ ഇതിനൊക്കെ റബ്ബിനെ പേടിച്ചിട്ടുള്ള കർമ്മമോ ഒന്നും ആവൂല. തഖ്വയില്ലാത്ത പ്രവർത്തനമായതിന്റെ പേരിൽ എഴുതി തള്ളപ്പെടുന്ന കർമ്മമായി മാറും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അവസാനമായി നമ്മുടെ ഹൃദയത്തിന്റെ ഉൾക്കിടിലമായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ജീവിതത്തിന്റെ താളുകൂടെ നിങ്ങളുടെ മുമ്പിൽ നിവർത്തി വെച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു പക്ഷെ എന്താ വെച്ചാൽ ഇതിന് സംഗതില്ല, ഒരു സംഗതി വർക്കം വരട്ടെ. ആ ദിവസം വർക്കം വരേണ്ടത് മൂപ്പര് ജീവിതം ഏറ്റവും കൂടുതൽ. അപ്പോൾ ആ സമയത്ത് ആളുകളോട് കൂടെ മനസ്സിലായി അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ കൂടെ എനിക്ക് തോന്നാം അല്ലേ. ഇത് യുദ്ധത്തിന് വിഷയം ഞങ്ങൾ വരുമ്പോൾ തങ്ങൾ കൊടുക്കുക പറഞ്ഞു ഞാൻ പറയണം.
സ്ത്രീകളുടെ പ്രത്യേക ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങൾ മന്ത്രിച്ച ഈത്തപ്പഴം തങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങളെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. എല്ലാവരും അത് കൈപ്പറ്റുക, പുണ്യം നേടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേരും. എല്ലാ ആളുകളും സദസ്സിലേക്ക് കയറിയിരിക്കണം. ഞാൻ അവസാനമായി ആ ഒരു ചരിത്രത്തിന്റെ ശകലം കൂടെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ആളുകളും ആ സാധനം വാങ്ങണം. നല്ലൊരു സംഭാവന വെച്ചിട്ട് നല്ലൊരു സംഭാവന അതോട് ഇവിടെ വെക്കുക. അത് വേണ്ട, നമ്മൾ സ്വീകരിച്ചാൽ എന്നാണ് സംഘാടകർ അറിയിച്ചത്. എന്റെ സഹോദരന്മാരെ, അവസാനമായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഒരു വിചാരണ നമ്മൾ നടത്തണം. ഏത് സമയത്തും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാ സമയത്തും മരണത്തെ ഓർക്കാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരു മഹാനായിരുന്നു സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. മരണത്തെ ഓർത്തില്ലെങ്കിൽ അന്നത്തെ ദിവസത്തിന് ഒരു പേടിയും വെപ്രാളും ഒക്കെ ആയിരിക്കുന്നു. നമ്മൾക്ക് മരണത്തെ ഓർത്താലാണ് അടങ്ങറ്. അന്നത്തെ ദിവസം ഊണും ഉറക്കൊന്നും ഉണ്ടാവില്ല. അത് ഓർക്കാൻ കഴിയില്ല, അത് വേറെ വിഷയം. ഓർക്കാറില്ല. ഇനി അതുവേറ്റ ഓർത്താൽ അന്ന് ചോറ് ഉറക്കം എന്തെങ്കിലും മിസ്സായി പോയെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു ദിവസം ഒരു മരണം നടന്നാൽ ആ മരണം നടന്ന റൂമിലേക്ക് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആരും പോകൂല. എന്ത് പേടിയാ, ആ കട്ടില് പിന്നെ വിറക്കോ, ആ കട്ടിൽ പിന്നെ കിടക്കാൻ കഴിയൂലേ എന്നൊക്കെയാണ് ചിന്ത. മുഅ്മിനാണെങ്കിൽ അവൻ മരണത്തിലേക്ക് ആഗ്രഹിക്കണം. അത് അവന് ഖൈറെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തമായി ഒരു ഭൃത്യനെ വിളിച്ചിട്ട് കാശ് കൊടുത്ത്, സാലറി കൊടുത്തിട്ട് പറയാണ്, മോനെ, ഞാൻ എന്തു ചെയ്താലും എന്റെ കർമ്മങ്ങൾ അതിരുവിട്ട് കടക്കുമ്പോ, എന്റെ കർമ്മങ്ങളിൽ റബ്ബിന്റെ പേടിയില്ലാതിരിക്കുമ്പോ ആ സമയത്ത് എന്നോട് ഉപദേശിക്കണം മോനെ. മരണമുണ്ട് ഉമറേ, എന്റെ ചുമലിൽ തട്ടിയിട്ടെന്നെ ഉപദേശിക്കണം മോനെ, എന്നോട് പറഞ്ഞു തരണം മോനെ. മരണമുണ്ട് ഉമറേ എന്ന് പറഞ്ഞെന്നെ എല്ലാ സന്ദർഭത്തിലും ഉപദേശിക്കടേ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ശമ്പളം കൊടുത്തു നിർത്തിയ മഹാനാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, പ്രീതിക്ക് വേണ്ടി പടപൊരുതിയിട്ട് ഒരുപാട് സൽക്കർമ്മങ്ങളും സൽഗുണങ്ങളും ചെയ്തിട്ട് കലിമ ചൊല്ലിയിട്ട് റബ്ബിന്റെ അരികിലേക്ക് യാത്ര തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. എത്രയോ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കടന്നു വരുന്ന അനുചരന്മാര് മുഴുവൻ, സ്വഹാബത്ത് മുഴുവൻ, അമീറുൽ മുഅ്മിനീന്റെ ആ പരിശുദ്ധമായ ഈമാന്റെ പ്രഭ തിളങ്ങുന്ന, ഈമാന്റെ പ്രകാശം വെട്ടിത്തിളങ്ങുന്ന പ്രശോഭിതമായ വദനം അവസാനമായൊന്ന് കാണാൻ തിരക്കാണ്. ആ മഹാനുഭാവനെ കുളിപ്പിക്കാൻ എടുത്തു വെക്കുകയാണ്. കുളിപ്പിക്കാൻ വേണ്ടി എല്ലാ നിലയിലും സജ്ജീകരിക്കപ്പെട്ട റൂമിന്റെ അകത്തേക്ക് എടുത്തു വെക്കുമ്പോ കൂടെയുണ്ട് സയ്യിദുനാ അബ്ദുർറഹ്മാൻ ഇബ്നു ഔഫ്. ബഹുമാനപ്പെട്ട ഉമർ തങ്ങളും മരിച്ച സമയം മുതൽ, വഫാത്തായ സമയം മുതൽ ബഹുമാനപ്പെട്ട അബ്ദുർറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു കൂടെയുണ്ട്. കുളിപ്പിക്കാൻ വേണ്ടി എടുത്തു വെക്കുകയാണ്. കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ ശരീരത്തിന്റെ പ്രകടമായ ഭാഗങ്ങള് ശരിക്ക് വ്യക്തമായി ഉരച്ചു കൊടുക്കുകയാണ്. എന്റെ സഹോദരന്മാരെ, പുറം ഭാഗത്ത് ഒന്ന് ഉരക്കാൻ വേണ്ടി നോക്കിയതേയുള്ളൂ. അല്ലാ
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ്. ഒരു മനുഷ്യനോട് പറഞ്ഞില്ല, ഒരാളോടും പുറത്ത് പറഞ്ഞില്ല. ഓരോ അനക്കങ്ങളിലും കണ്ണുനീര് തന്നെ. അവസാനം ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സുന്ദരമായി കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ച് സ്നാനം നടത്തിയതിന്റെ ശേഷം നല്ല നിലയിൽ കഫൻ പുട പൊതിഞ്ഞു വെക്കുകയാണ്. ആ കഫൻ പുട പൊതിയുമ്പോഴും സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. എന്നിട്ടോ ബഹുമാനപ്പെട്ട മസ്ജിദുൻ നബവിയിലേക്ക് ആ ശരീരത്തെ കൊണ്ടുവരികയാണ്. നമസ്കാരം നിർവഹിക്കപ്പെടുകയാണ്. ആ സമയത്തും കൂടെയുണ്ടല്ലോ സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. എന്നിട്ടോ അവസാനം നമസ്കാര നിർവഹണം കഴിഞ്ഞ് ആ പരിശുദ്ധ ശരീരത്തെ താങ്ങിയെടുത്ത് തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള തന്റെ രണ്ട് കൂട്ടുകാരായിരുന്ന ഹക്കദാ യദ്ഖുലു സലാസതുനൽ ജന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും പുന്നാര ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിയിട്ട് തോളത്ത് കൈ ചേർത്ത് വെച്ചിട്ട് നബി തങ്ങൾ പ്രവചിച്ചുവത്രേ, ഹക്കദാ യദ്ഖുലു സലാസതുനൽ ജന്ന. ഇങ്ങനെയാണ് ഞങ്ങൾ മൂന്ന് പേരും സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നു വരിക എന്ന് നബി തങ്ങൾ പ്രഖ്യാപനം നടത്തിയ പോലെ പ്രിയപ്പെട്ട തന്റെ രണ്ട് മിത്രങ്ങളുടെ കൂടെ സിദ്ദീഖ് തങ്ങളെ കൂടെ പുന്നാര പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ ആ വീട്ടിന്റെ അകത്ത് മറവ് ചെയ്യപ്പെടുകയാണ്. തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള ഇരുട്ടറയിലേക്ക് ആ ശരീരത്തെ വെക്കുകയാ. എല്ലാ ഫ്യൂണറൽ ഫംഗ്ഷൻസും കഴിഞ്ഞ് ദുആ ചെയ്തതിന്റെ ശേഷം അവസാനമായി ആ കർമ്മങ്ങളൊക്കെ നിർവഹിക്കപ്പെട്ടതിന്റെ ശേഷം കൃത്യമായ ഭക്തി നിർഭരമായ പ്രാർത്ഥന നിർവഹിക്കപ്പെട്ട ശേഷം ഒരൊറ്റയോട്ടമാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഒരൊറ്റയോട്ടമാണ്. ഒന്ന് തിരിയാനോ മറിയാനോ നിന്നില്ല. ഉമർ തങ്ങളെ വീട്ടിന്റെ അകത്തേക്ക് ഓടി വരികയാണ്. മനസ്സ് പിടക്കുകയാണ്, ഹൃദയം തരിക്കുകയാണ്, ശരീരം വിറക്കുകയാണ്. വിറകൊള്ളുന്ന ശരീരത്തോടെ ഓടി വരികയാ. ഉമർ തങ്ങളുടെ വീട്ടിന്റെ അകത്തേക്ക് ഉമ്മറപ്പടി കയറിയിട്ട് വീട്ടിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയോട് ചോദിക്കുകയാണ്, മോളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുളിപ്പിക്കാൻ, ആ ഭർത്താവിന് വേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്തു കൊടുക്കാൻ എല്ലാ നിമിഷത്തിലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു മോളെ. എന്നിട്ടോ നിങ്ങളുടെ ഭർത്താവിനെ ഖബറിന്റെ അകത്തേക്ക് എടുത്തു വെക്കുമ്പോഴും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. പക്ഷേ എന്റെ ഹൃദയം പൊട്ടിപ്പോയല്ലോ, എന്റെ ഹൃദയം പൊട്ടിപ്പോയല്ലോ, എന്റെ ഹൃദയം പൊട്ടുകയാണ്, എന്റെ ശരീരം തരിച്ച് വിറക്കുകയാണ്. സത്യം പറയണേ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ മുത്തായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി ഒരുക്കുമ്പോ ആ പുറം ഭാഗത്തേക്ക് ഞാനൊന്ന് എത്തി നോക്കുകയാണ്, പുറം ഭാഗത്തേക്ക് ഞാനൊന്ന് നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചാട്ടവാറ് കൊണ്ട് കിട്ടിയ അടിയുടെ പാടാട്. പുറമാകെ കറുത്തിരുണ്ടിരിക്കുകയാണ്, പുറമാകെ കറുത്തിരുണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, എന്റെ അമീറുൽ മുഅ്മിനീനെ ആരാണ് ആക്രമിച്ചു പോയത്? എന്റെ അമീറുൽ മുഅ്മിനീനെ ആരാണ് വേദനിപ്പിച്ചു പോയത്? എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ലാഹുവേ, എന്റെ കണ്ണുനീരതാ ഒലിച്ചുകൊണ്ടിരിക്കുകയാ. ഒന്ന് പറഞ്ഞു തരണേ മോളെ, ഒന്ന് പറഞ്ഞു തരണേ. ആ സമയത്താ
എന്നാണ് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, തങ്ങളെ എന്റെ ഭർത്താവ് പറഞ്ഞേൽപ്പിച്ചൊരു വിഷയമാണ്, ഒരാളോടും പറഞ്ഞു കൊടുക്കരുതേ, ഒരാളോടും പറഞ്ഞു കൊടുക്കരുതേ എന്നോട് എന്ന് പറഞ്ഞിട്ട് എന്നോട് വിശ്വസ്തയോടെ ഏൽപ്പിച്ചതാണ്. എന്തെന്നറിയോ? അർദ്ധരാത്രി എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഞാൻ ഉറങ്ങാൻ നിൽക്കുമ്പോ എന്റെ കൂടെ ശയ്യ പങ്കിടുകയാണ്, എന്റെ കൂടെ അല്പനേരം കിടന്നുറങ്ങുകയാണ്. എന്നിട്ട് എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് പറന്നു കിടക്കുന്ന വിസ്തൃതിയുള്ള രാജ്യത്തിന്റെ അകത്ത് ജീവിക്കുന്ന പ്രജകളുടെ ക്ഷേമൈശ്വര്യങ്ങൾ തിരിച്ചറിയാൻ അർദ്ധരാത്രി നട്ടപ്പാതിരക്ക് എന്റെ ഭർത്താവ് എണീറ്റ് നടക്കുകയാണ്. ഓരോ വീട്ടിന്റെ അകത്തും ശ്രദ്ധിക്കുകയാ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ, എന്തെങ്കിലും ദുരിതങ്ങളിൽപ്പെട്ട് നരകിക്കുന്ന ആളുകളുണ്ടോ, എല്ലാവരുടെയും ജീവിതം വ്യക്തമായി കണ്ടറിയുകയാണ്. അർദ്ധരാത്രി വീട്ടിന്റെ അകത്തേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ടോ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീന്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ്, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് വീട്ടിന്റെ അകത്തേക്ക് കടന്നു വന്നിട്ടോ മഹാനുഭാവൻ ചെയ്യുന്ന പ്രവർത്തനമെന്തോ, തനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു ചാട്ടവാറ് വീട്ടിന്റെ അകത്ത് ഒരുക്കി വെച്ചിരിക്കുകയാണ്, തനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്താണ് പരിപാടി എന്നറിയോ? അർദ്ധരാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വീട്ടിന്റെ അകത്ത് കയറി വന്നാൽ എന്റെ ഭർത്താവ് ചാട്ടവാറെടുക്കുകയാണ്, സ്വന്തം ശരീരത്തെ ആങ്ങി അടിക്കുകയാണ്, ആങ്ങിയോങ്ങി അടിക്കുകയാ. എന്നിട്ട് ചോദിക്കുകയാണ്, നഫ്സേ, എന്റെ ശരീരമേ, ഞാൻ ഈ അടിക്കുന്ന അടി പോലും നിനക്ക് താങ്ങാൻ കഴിയില്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ നാരകീയമായ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള ഒരുക്കമാണോ ഇന്ന് നീ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്ത് നന്മയാടാ നീ ചെയ്തു വെച്ചത്? എന്ത് കർമ്മമാണ് മോനെ നീ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? റബ്ബിന്റെ മുമ്പിലേക്ക് നടന്നു വരുമ്പോ ആ വിചാരണയിൽ ഞാൻ രക്ഷപ്പെടുമോ? എന്റെ ശരീരമേ, നാളെയുടെ വിജയത്തിന് വേണ്ടി എന്ത് സൽക്കർമ്മങ്ങളുടെ ഫലമാ നിനക്ക് പറയാനുള്ളത് പോലെ എന്ന് പറഞ്ഞിട്ട് ചാട്ടവാരെടുത്ത് തലങ്ങനെയും വിലങ്ങനെയും അടിക്കുകയാ. എല്ലാ ദിവസവും അത് കാണുമ്പോ എന്റെ ഭർത്താവ് എടുത്ത് സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്നത് കാണുമ്പോ കണ്ടു നിൽക്കാൻ കഴിയാതെ പൊട്ടിത്തകരുന്ന മനസ്സോടെ ചാടി എണീറ്റിട്ട് ഞാനാ ചാട്ടവാറ് പിടിച്ചു വെക്കുന്നതാണ്. ആ സമയത്ത് എന്റെ അമീറുൽ മുഅ്മിനീൻ എന്നോട് ചോദിക്കുന്നതാണ്, മോളെ നീ ചാട്ടവാറ് ഇന്ന് നീ പിടിച്ചു വെച്ചാൽ നാളെ ഈ ഉമറിനെ വിളിച്ചിട്ട് ചോദിക്കുമല്ലോ, തമ്പുരാൻ ഉമറേ, ഒരുപാട് ജീവിതത്തിന്റെ സൗകര്യങ്ങൾ നിനക്ക് ഞാൻ ഒരുക്കി തന്നെങ്കിൽ എനിക്ക് വേണ്ടി എന്ത് നിർവഹിച്ചടാ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ലജ്ജയോടെ നാണത്തോടെ ഇളിപ്പിനായി തല താഴ്ത്തിയിട്ട് പൊട്ടിക്കരഞ്ഞിരിക്കുന്ന എനിക്ക് വേണ്ടി മറുപടി പറയാൻ എന്റെ മോളെ, റബ്ബിന്റെ മുമ്പിലേക്ക് നീ വരുമോ? റബ്ബിന്റെ മുമ്പിലേക്ക് നീ വരുമോ? ഞാൻ പറയേണ്ട മറുപടി എന്റെ പകരം പറയാ, എനിക്കുള്ള മറുപടി എന്റെ പകരം പറഞ്ഞു കൊടുക്കാൻ മോളെ നീ റബ്ബിന്റെ മുമ്പിലേക്ക് വരുമോ എന്ന് പറഞ്ഞിട്ട് എന്നെ ആട്ടി ഓടിക്കുകയാണ്, എന്ന് പറഞ്ഞിട്ട് എന്നെ തടഞ്ഞു വെക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ഥിരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാ. സ്വന്തം ശരീരത്തെ പഠിപ്പിച്ചിട്ട് വരച്ച വരയ്ക്കുള്ളിൽ നിർത്തുകയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന മോളെ, ഒരു ശ്രദ്ധ വേണേ,
എന്ത് ചെയ്താലും കൃത്യമായി തമ്പുരാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാ. ഒരു ടെക്സ്റ്റൈൽസിന്റെ അകത്ത് കയറുമ്പോ, ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് കയറുമ്പോ നിങ്ങൾ CCTV ക്യാമറയുടെ നിരീക്ഷണത്തിൽ എന്ന ബോർഡ് കാണുമ്പോ മനസ്സ് പതറാറില്ലേ? ഇവിടെ വെച്ച് ചിരികൾക്കും തമാശകൾക്കും പറ്റിയ ഇടമല്ലല്ലോ എന്ന് മനസ്സിലാക്കാറില്ലേ? ഇത് പടപ്പുകളുടെ കർമ്മങ്ങൾക്ക് മുമ്പിലാണ് നിങ്ങൾ ഈ കാണിക്കുന്ന ലജ്ജയെങ്കിൽ യസ്തഖ്ഫൂന മിനന്നാസ്. ജനങ്ങളുടെ മുമ്പിൽ നിന്നവരെല്ലാം മറച്ചുകൊണ്ട് നിർവഹിക്കുകയാണ്. റബ്ബുണ്ടെന്ന് പേടി അവർക്കില്ലല്ലോ, നാഥന്റെ നിരീക്ഷണത്തിന്റെ ഭയപ്പാട് അവർക്കില്ലല്ലോ. എല്ലാ പടപ്പുകൾ കണ്ടുപോകുമോ? ഞാൻ സമുദായത്തിന്റെ ഇടയിൽ ലഭ്യനായി തീരുമോ? ഞാൻ സമുദായത്തിന്റെ ഇടയിൽ നെറികെട്ടവനായി തീരുമോ എന്ന് പറഞ്ഞിട്ട് മനുഷ്യരുടെ ഇടയിൽ നിന്നെല്ലാ ന്യൂനതകളും മറച്ചു വെക്കുകയാണ്. പക്ഷേ മുകളിൽ നിന്ന് നോക്കുന്ന തമ്പുരാൻ വഹുവ മഅഹും, അവൻ നമ്മുടെ കൂടെയുണ്ടല്ലോ, അവൻ നമ്മുടെ കൂടെയുണ്ടല്ലോ, അവൻ കാണുമെന്ന ബോധം നമ്മൾക്ക് വേണേ. അല്ലാഹുവേ, ഞങ്ങളുടെ സമുദായത്തിന് നന്മ നീ ചൊരിയണേ അല്ലാ. നമ്മുടെ അഭിവന്ദരായ തങ്ങളവറുകൾ സദസ്സിലേക്ക് കയറി വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ഏത് അമലുകൾ ചെയ്യുമ്പോഴും ഏത് കർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴും പടച്ചോന്റെ മുമ്പിലുള്ള വിചാരണ അതൊരു വസ്തുതയാണ്, നിർവഹിക്കപ്പെടാൻ പോകുന്നതാണ്. ഒരു മനുഷ്യനും രക്ഷപ്പെടാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു പ്രോസസ് ഒരു മനുഷ്യൻ ലഭിക്കാതെ പോകുകയില്ല. ഹിസാബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മുഅ്മിനിന്റെ പരിവേഷത്തോടെ മുറിച്ചു കടക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന് ഏറ്റവും നല്ല പരിപാടി നബി തങ്ങളുടെ ചര്യ അപ്പടി മനസ്സിലേക്ക് ശരീരത്തിലേക്ക് ആവാഹിക്കുക എന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഭിവന്ദരായ തങ്ങളവറുകളെ ഇവിടെ ഇരുത്തിയിട്ട് ഞാനിങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും ഒരു അദബുകേടെന്ന് മനസ്സിലാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ അവൻ പൊരുത്തപ്പെടുന്ന കർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്തെങ്കിലും തിന്മകൾ മനുഷ്യനാണല്ലോ അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ പടച്ചോനെ ഈ സദസ്സിന്റെ മഹാത്മ്യം കൊണ്ട് പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങൾ എന്തെങ്കിലും നന്മയുടെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റബ്ബേ. അല്ലാഹുവേ, ഈ സാധുവായ മനുഷ്യൻ ഇവിടെ പോകുമ്പോഴും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാറുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും അല്ലാഹുവേ, അവരുടെ ഉദ്ദേശങ്ങളെ നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെയും മാതാപിതാക്കളിൽ പലരും അല്ലാഹുവേ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് ഇസ്സത്തോടെ ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പലരും ഇന്ന് മണ്ണറയിലാണ്, അതിൽ ഉസ്താദുമാരുണ്ട്. അല്ലാഹുവേ, ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ തന്നവരുണ്ട്. ജീവിതത്തിൽ പുഞ്ചിരി കൊണ്ടെങ്കിലും മനസ്സിന്റെ അകത്തേക്ക് സമാധാനവും സ്നേഹവും പകർന്നു തന്നവരുണ്ട് ഒരുപാട് ആളുകൾ. അല്ലാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും മരണപ്പെട്ടവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഇസ്സത്തോടെ ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. ഇതുപോലെ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് മഹാരഥന്മാർ അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്നവർക്ക് ഇസ്സത്തോടെ ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. മരണപ്പെട്ട സമസ്തയുടെ കർമ്മധീരരായ വെറും ആത്മാർത്ഥത മാത്രം കൈമുതലാക്കി തഖ്വയോടെ പ്രവർത്തിച്ച അഭിവന്ദരായ മഹാരഥന്മാർ പടച്ചോനെ ആളെയും മറക്കാൻ കഴിയൂല. ചെറുശ്ശേരി ഉസ്താദ് അല്ലാഹുവേ, എന്റെ അഭിവന്ദരായ ഗുരുവര്യരാണ് പടച്ചോനെ. ഇന്ന് ദാറുൽ ഹുദായുടെ അങ്കണത്തിൽ ആയിരക്കണക്കിന് കടന്നു വരുന്ന പ്രിയപ്പെട്ട പിഞ്ചോമന പൈതങ്ങളുടെ സലാമിന്റെ താലോലമേറ്റ് ആ മണ്ണിന്റെ താഴെ അല്ലാഹുവേ കിടന്നുറങ്ങുകയാണ്. അതൊരു സ്വർഗ ഭൂമികയാക്കണേ റബ്ബേ. അല്ലാഹുവേ, സ്വർഗീയ ദറജകളെ നീ ഉയർത്തണേ തമ്പുരാനെ. ഇതുപോലെ സമസ്തയുടെ ഒരുപാട് മഹാരഥന്മാർ അവരൊക്കെ ആഗ്രഹിച്ചത് പടച്ചോനെ ദീൻ ഇവിടെ വളരണം
വളരണമെന്നാണ്. കീശ ഉയർത്താനല്ല. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം ദുനിയാവിൽ അവർക്ക് കൊടുത്തതുപോലെ പടച്ചോനെ എല്ലാ വിധത്തിൽ സമുദായത്തിന് വേണ്ടി ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും കണക്കെ, അതിനുവേണ്ടി അവർ അവരുടെ ശരീരത്തിൽ നൊലിപ്പിച്ചിറക്കിയ വിയർപ്പിന്റെ തുള്ളികൾ, കണങ്ങൾ കണക്കെ അല്ലാഹുവേ സ്വർഗീയ ദർജകൾ അവർ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ തരണേ തമ്പുരാനെ. എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ വടിത്താരകളിൽ ഒരുപാട് ആളുകൾ സഹായങ്ങൾ, ഉപദേശ നിർദ്ദേശങ്ങൾ, സഹകരണങ്ങളൊക്കെ നൽകിയവരുണ്ട്. അവർക്ക് എനിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പാരിതോഷികം ദുആയാണ്. അല്ലാഹുവേ, അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. എവിടെ പോയാലും ദുആ ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. പടച്ചോനെ, അവരുടെ സദുദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റണേ തമ്പുരാനെ. അവരുടെയും ഈ സദസ്സിൽ ഒത്തുകൂടിയ ഞങ്ങളുടെയും ഒക്കെ എല്ലാ മുറാദുകളെയും നീ ഹാസുലാക്കണേ തമ്പുരാനെ.